ഒരു തിങ്കളാഴ്ച പകൽ 8:30 AM. ആ കേസ് ഫയലുമായി ഈശ്വർ പ്രസാദിന്റെ വീട്ടുമുറ്റത്ത് ജീപ്പിൽ വന്നിറങ്ങുമ്പോൾ CI ലാസർ വൈദ്യന് നേരിയ പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശ്വർ പ്രസാദ് IPS. താൻ അന്വേഷിച്ച കേസുകൾ മുഴുവൻ തെളിയിച്ചിട്ടുള്ള കർമ്മനിരതനും സത്യസന്ധനും അതിലുപരി വലിയൊരു മനുഷ്യസ്നേഹിയുമായ പോലീസ് ഉദ്യോഗസ്ഥൻ. അതാണ് ഈശ്വർ പ്രസാദ്. ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി സർവീസിൽ നിന്നും വിരമിച്ചിട്ട് ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുകയാണ് അദ്ദേഹം. എന്നിരുന്നാലും സുപ്രധാനമായ പല തെളിയിക്കപ്പെടാത്ത കേസുകൾക്കും തുമ്പുണ്ടാക്കുവാൻ ഇന്നും ഈശ്വർ പ്രസാദിന്റെ സഹായം അഭ്യർത്ഥിച്ച് പല പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ പക്കൽ എത്താറുണ്ട്. തന്റെ മുന്നിൽ വരുന്ന ഉദ്യോഗസ്ഥരെ ഒരിക്കൽ പോലും അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടില്ല. ലാസർ വൈദ്യൻ നടന്ന് വീടിന്റെ മുറ്റത്തെത്തി സ്റ്റെപ്പിന് താഴെ തന്റെ ബൂട്ട്സുകൾ അഴിച്ചുവെച്ചു. എന്നിട്ട് അവിടെ കണ്ട കോളിംഗ് ബെല്ലിൽ 2 പ്രാവശ്യം വിരലുകൾ അമർത്തി. പതിയെ സിറ്റൗട്ടിലേക്ക് കയറിയ ലാസർ വൈദ്യൻ ഡോറിന് മുന്നിൽ നിലയുറപ്പിച്ചു. നിമിഷങ്ങൾക്കകം അകത്തു നിന്നും വാതിൽ തുറക്കുന്നതിന്റെ ശബ്ദം അയാൾ കേട്ടു. ആ പോലീസുകാരന് മുന്നിൽ വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്നത് ഒരു പെൺകുട്ടിയാണ്. തന്റെ മുന്നിൽ പോലീസ് യൂണിഫോമിൽ നിന്ന് ലാസറിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "അകത്തേക്ക് വരണം സർ, ഇരിക്കണം. അപ്പയെ കാണാൻ വന്നതല്ലേ, ഞാൻ പോയി അപ്പയെ വിളിക്കാട്ടോ." അദ്ദേഹത്തെ ഒന്നും പറയാൻ സമ്മതിക്കാതെ അവൾ തിരിഞ്ഞ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. വീടിനുള്ളിൽ കയറിയ ലാസർ വൈദ്യൻ ചുറ്റിനും കണ്ണോടിച്ചു. ഒരു വിശാലമായ ഹാൾ, കുറെ ഫർണിച്ചറുകൾ, കൂടാതെ ചുമരുകളിൽ രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ പല ചിത്രങ്ങളും. അവിടെ കണ്ട ഷെൽഫിലേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഈശ്വർ പ്രസാദിന്റെ സർവീസ് ഫോട്ടോകളും മറ്റു ഫാമിലി ഫോട്ടോകളും കാണാമായിരുന്നു. അതിൽ നോക്കി നിൽക്കുമ്പോൾ പുറകിൽ നിന്നും സൗമ്യമായ ശബ്ദം ലാസർ വൈദ്യന്റെ കാതുകളിലെത്തി. "ഗുഡ് മോർണിംഗ് ഓഫീസർ." തിരിഞ്ഞു നോക്കിയ ലാസർ വൈദ്യൻ കണ്ടത് മുന്നിൽ ഈശ്വർ പ്രസാദ് പുഞ്ചിരി തൂകി തനിക്ക് നേരെ ഷേക്ക് ഹാൻഡിനായി കൈകൾ നീട്ടി നിൽക്കുന്നു. 60-നോടടുത്ത പ്രായം, നെറ്റിയിൽ ചന്ദനക്കുറി, തലമുടി മുഴുവൻ നര കയറിയിരിക്കുന്നു. നരച്ച താടി നന്നായി വളർന്നിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള ശരീരം. ലാസർ പതിയെ തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, "വെരി ഗുഡ് മോർണിംഗ് സർ." "സർ, ഞാൻ ലാസർ വൈദ്യൻ, ചന്ദനമല പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഒരു സുപ്രധാനമായ കേസിൽ താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അതാണ് ഞാൻ രാവിലെ തന്നെ സാറിനെ അന്വേഷിച്ചു വന്നത്." അഭ്യർത്ഥനയോടെയുള്ള ലാസറിന്റെ വാക്കുകൾ കേട്ട ഈശ്വർ പ്രസാദ് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, "ലാസർ എന്തെങ്കിലും കഴിച്ചതാണോ? പുതിയ കേസുകൾ വന്നു ചാടുമ്പോൾ ഊണും ഉറക്കവുമില്ലാതെ പരക്കം പായുന്നത് പോലീസുകാർക്കിടയിൽ പതിവാണല്ലോ. വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. വരൂ ലാസർ, നമുക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാം." "അയ്യോ വേണ്ട സർ, ഞാൻ വെയിറ്റ് ചെയ്യാം. സാറ് കഴിച്ചിട്ട് വരൂ." "അത് പറ്റില്ല." "ഓക്കെ, എന്നാൽ ഞാനും താങ്കൾ പോയിട്ട് കഴിക്കാം." "വേണ്ട സർ, ഞാൻ കഴിക്കാം." "ഗുഡ്." പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഈശ്വർ പ്രസാദ് ആ പോലീസുകാരനെ ഡൈനിങ് ടേബിളിലേക്ക് ക്ഷണിച്ചു. സത്യത്തിൽ ഈശ്വർ പ്രസാദിന്റെ ആ പെരുമാറ്റം ലാസറിനെ വളരെയധികം അതിശയിപ്പിച്ചു. കാരണം സർവീസിൽ ഉയർന്ന പോസ്റ്റിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നോട് ഒരു രീതിയിലും അപരിചിത ഭാവം കാണിക്കുന്നില്ല. അടുത്ത സുഹൃത്തിനോടെന്ന പോലെ തന്നെയാണ് പെരുമാറുന്നതും. അദ്ദേഹത്തിന്റെ ശാന്തമായ പെരുമാറ്റം അതായിരിക്കാം സർവീസിലും ജീവിതത്തിലും ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ കാരണം. ഭക്ഷണത്തിന് ശേഷം ഫയലുകളെടുത്ത് ഒരു ടേബിളിന് ചുറ്റുമായി അവർ രണ്ടുപേരും ഇരുന്നു. "പറയൂ ലാസർ, ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്?" "പറയാം സർ. ചന്ദനമല സ്റ്റേഷൻ സർക്കിളിൽ വരുന്ന ഒരു റിസർവ്ഡ് വനമേഖലയുണ്ട്. ഫോറസ്റ്റ് വകുപ്പിന്റെ കീഴിലുള്ള ഈ കാട്ടിനുള്ളിൽ ആരും പോകാറില്ല. മെയിൻ റോഡിന് സൈഡിലായി ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുണ്ട്. കാടിനുള്ളിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയ ചെക്ക് പോസ്റ്റും അവിടെ കാവലിനായി ഒരു ഗാർഡും. അതുവഴി വരുന്ന ആരെയും അതിനുള്ളിലേക്ക് അവർ കടത്തിവിടാറില്ല. പക്ഷേ ഗാർഡിന് പണം കൊടുത്താൽ അവർ കാടിനുള്ളിൽ പകൽ സമയങ്ങളിൽ കയറ്റിവിടും. അതും കയറുന്നവരുടെ കൈകളിൽ നിന്നും എന്തെങ്കിലും ID പ്രൂഫ് വാങ്ങിയതിനു ശേഷം മാത്രം." ഒന്ന് നിർത്തിയിട്ട് വീണ്ടും പറഞ്ഞു, "സർ, ഒരു വർഷം മുൻപ് ഒരു സംഭവമുണ്ടായി. ഒരു പ്രൊഫഷണൽ കോളേജിലെ 5 വിദ്യാർത്ഥികൾ ഈ കാടുകൾക്ക് ഒരു 5 കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിൽ കോളേജിലെ ആനുവൽ പ്രോഗ്രാമിന് അവതരിപ്പിക്കാനുള്ള മ്യൂസിക് കമ്പോസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അതിൽ 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. അടുത്ത് വനമുണ്ടെന്നറിഞ്ഞ് ഫോറസ്റ്റ് ഗാർഡിന് പണം നൽകി ഈ വിദ്യാർത്ഥികൾ രാവിലെ വനത്തിനുള്ളിൽ കയറുകയുണ്ടായി. എന്നാൽ പണം വാങ്ങിയ ഉദ്യോഗസ്ഥൻ അവരുടെ കോളേജ് ID വാങ്ങി മേശയ്ക്കുള്ളിൽ വെച്ചു.
അയാളന്ന് ഉച്ചയ്ക്ക് ലീവെടുത്ത് വീട്ടിൽ പോയി. പകരം വന്ന ഗാർഡിനോട് വനത്തിനുള്ളിൽ പിള്ളേരുള്ള കാര്യം പറയാനും മറന്നു. അയാൾ പിറ്റേന്ന് വന്നപ്പോൾ കുട്ടികളുടെ ID കാർഡ് മേശയ്ക്കുള്ളിൽ കാണുകയും അവർ തിരികെ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്തോ അപകടം പറ്റിയെന്ന് സംശയം തോന്നി ഓഫീസിൽ അറിയിക്കുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ വനത്തിനുള്ളിൽ നിന്നും ഒരു കുട്ടിയുടെ മൃതദേഹം ലഭിച്ചു. ഫിറോസ് എന്നാണ് അവന്റെ പേര്. മറ്റു വിദ്യാർത്ഥികൾ ആരെയും അവർക്ക് കണ്ടെത്താനായില്ല. വീണ്ടും ലാസർ തുടർന്നു. ഫിറോസിന്റെ ബോഡി കിട്ടിയതിന് പിന്നാലെ മറ്റു വിദ്യാർത്ഥികളുടെ മിസ്സിംഗിൽ അന്വേഷണമുണ്ടായി. അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഇബ്രാഹിമിനായിരുന്നു അതിന്റെ ചാർജ്. ഞാനും ആ ടീമിലുണ്ടായിരുന്നു. ഞങ്ങൾ വനത്തിനുള്ളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ഒരു തിരച്ചിൽ നടത്തിയിരുന്നു. ഈശ്വർ പ്രസാദ് ചോദിച്ചു. ലാസർ, നിങ്ങളുടെ അന്വേഷണത്തിൽ ആ വനത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? ഉണ്ട് സർ. സർ, മെയിൻ റോഡിൽ നിന്നും 500 മീറ്റർ മാറിയാണ് ചെക്ക് പോസ്റ്റും ഗാർഡ് ഓഫീസും. അവിടെ നിന്നും അങ്ങോട്ട് ഘോരവനമാണ്. കാട്ടിനുള്ളിൽ പോകാൻ റോഡില്ല. പക്ഷേ കാട്ടുവഴി തെളിഞ്ഞു കിടപ്പുണ്ട്. ഫോറസ്റ്റുകാരുടെ ജീപ്പുകൾ ഇടയ്ക്ക് പോകാറുണ്ട്. മറ്റൊരു കാര്യം, ഈ വനം അവസാനിക്കുന്നിടം നദിയാണ്. നദിക്കപ്പുറം മറ്റൊരു കാടും. അവിടെ ആദിവാസി ഊരുകളുമുണ്ട്. ശരി, ഇത്രയുള്ളോ? വേറെ എന്തെങ്കിലും? അതെ, ഉണ്ട് സർ. ആ നദിയോട് ചേർന്ന് പുരാതന മാതൃകയിൽ ബ്രിട്ടീഷ് നിർമ്മിതമായ കരിങ്കല്ലിൽ തീർത്തൊരു ബംഗ്ലാവുണ്ട്. അതിനു ചുറ്റും 12 അടി പൊക്കത്തിൽ 4 വശവും കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ചുറ്റുമതിലും ഒരു ഇരുമ്പ് ഗേറ്റ്. അത് ചങ്ങലയും താഴും കൊണ്ട് പൂട്ടിയിരിക്കുന്നു. ബംഗ്ലാവിനുള്ളിൽ കടക്കാൻ ഒറ്റ വാതിൽ മാത്രം, അതും ഇരുമ്പിൽ തീർത്ത വലിയ വാതിൽ. ബംഗ്ലാവിനുള്ളിൽ പരിശോധന നടത്തിയില്ലേ? ഇല്ല സർ, അത് തുറക്കാൻ കഴിയില്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്ര സ്മാരകങ്ങളുടെ പട്ടികയിൽ ഈ ബംഗ്ലാവുമുണ്ട്. അന്ന് തുറന്നതാണ്. അതിന്റെ താക്കോൽ നഷ്ടമായെന്ന് പറയുന്നു. പിന്നെ തുറന്നിട്ടില്ല. കള്ളത്താക്കോലൊന്നും ഉപയോഗിച്ച് തുറക്കാൻ പറ്റില്ല. ബ്രിട്ടീഷ് മാതൃകയിൽ ഉള്ളതായതിനാൽ മതിൽ തകർത്തു മാത്രമേ അകത്തു കയറാൻ സാധിക്കൂ. പിന്നെ കരിങ്കല്ലായതിനാലും ചരിത്ര സ്മാരകം ആയതിനാലും അതിന് നിർവാഹമില്ല. ഈ സാഹചര്യത്തിൽ ബംഗ്ലാവിനകത്ത് അവരെ അന്വേഷിക്കേണ്ടതില്ലല്ലോ സാർ. അതും ശരിയാ. മറ്റെന്തെങ്കിലും? സർ, ഞങ്ങൾ ചുറ്റുമതിലിൽ കൂടി ബംഗ്ലാവ് വളപ്പിലിറങ്ങി. പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ അവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ നടുവിലായി കല്ലിൽ തീർത്ത വലിയൊരു ശവക്കല്ലറയുണ്ട്. കൂടാതെ അവിടെയായി 10ഓളം ശവക്കല്ലറകൾ വേറെയും ഉണ്ടായിരുന്നു. ആ വലിയ ശവക്കല്ലറയിൽ മേരി ജോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ ജനനം, മരണം ഒന്നും വ്യക്തമല്ല. മറ്റു കല്ലറകളിലും ഡേവിഡ്, ആൻ, മരീന തുടങ്ങിയ പേരുകളും കൊത്തിവെച്ചിട്ടുണ്ട്. മറ്റുള്ളവ വ്യക്തമല്ല സാർ. മറ്റൊന്നുമില്ല. ആ കുട്ടികൾ അതിനുള്ളിൽ എന്തായാലും കയറാൻ ഒരു വഴിയുമില്ല. അവിടെ നിന്നും അവരുടേതായ ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല. കേസുമായി മുന്നോട്ടു പോകാൻ മാത്രം തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പിന്നെ ആ പെൺകുട്ടികളിൽ ഒരാളുടെ വസ്ത്രം നദിക്കരയിൽ നിന്നും കിട്ടിയിരുന്നു. അതിൽ രക്തക്കറയും ഉണ്ടായിരുന്നു. നദിയിലിടക്ക് ഒഴുക്കുണ്ട്. അങ്ങനെ നദിയിൽപ്പെട്ടു പോയതാണോ എന്നും ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നും അറിയില്ല സർ. ഈശ്വർ പ്രസാദിന്റെ ചിന്ത മറ്റൊരു വഴിക്ക് പോയി. അദ്ദേഹം ചോദിച്ചു. അല്ലല്ല സർ, നിങ്ങൾ അവിടെ കണ്ട ശവക്കല്ലറകളെ പറ്റി പറഞ്ഞല്ലോ. അതിൽ മേരി ജോൺ, ആൻ, ഡേവിഡ്, മരീന എന്നൊക്കെയല്ലേ കൊത്തിവെച്ചിട്ടുള്ളത്? അതെ. എന്താ സാർ? അല്ല, ഇതൊക്കെ ക്രിസ്ത്യൻ പേരുകളല്ലേ? ക്രിസ്ത്യൻസ് മരിച്ചാൽ പൊതുവെ ചർച്ചിലെ സെമിത്തേരിയിലല്ലേ അടക്കം ചെയ്യുന്നത്? അത് നിങ്ങൾ അന്വേഷിച്ചില്ലേ? ഇല്ല സാർ, അത് ആവശ്യമുള്ളതായി തോന്നിയില്ല. പിന്നെ കമ്മീഷണർ സാറിന് ഈ മിസ്സിംഗ് കേസിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. പിള്ളേർ നദിയിൽ മുങ്ങിമരിച്ചതാകാമെന്ന് സാർ നിഗമനത്തിലുമെത്തി. നദിയിൽ മുങ്ങിമരിച്ചാൽ ബോഡി കിട്ടണമല്ലോ. അതുമില്ല. ഞാൻ നദിക്കപ്പുറത്തെ ആദിവാസി ഊരിലും ഒരന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ചില ദിവസങ്ങളിൽ, അതും നിലാവുള്ളപ്പോൾ രാത്രിയിൽ ചില നിഴലുകൾ നിലാവിന്റെ വെളിച്ചത്തിൽ കാണുമെന്നും ചില അവ്യക്തമായ സംഭാഷണ ശകലങ്ങൾ കേൾക്കുമെന്നാണ്. ഇത് പ്രേതവനമാണെന്നും പറഞ്ഞു. ഇപ്പോൾ രാത്രിയായാൽ അവർ ശബ്ദം കേട്ടാലും പുറത്തിറങ്ങില്ല. പക്ഷേ എനിക്കിതിൽ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നു സാർ. അത് കണ്ടെത്താൻ സാറിനെ സഹായിക്കണം. ലാസർ പറയുന്നത് മതിയാക്കി. തീർച്ചയായും. നല്ല ഇൻട്രസ്റ്റിംഗ് കേസാണല്ലോ ലാസർ. ഓക്കെ. ഈശ്വർ പ്രസാദ് മേശയുടെ മുകളിലിരിക്കുന്ന കേസ് ഫയൽ കയ്യിലെടുത്തു.
എന്നിട്ട് ഫയൽ തുറന്ന് നോക്കുന്നതിനിടയിൽ മുഖത്ത് നോക്കാതെ ലാസർ വൈദ്യനോട് ചോദിച്ചു, അല്ല ലാസർ, കമ്മീഷണറിന് പോലും താല്പര്യമില്ലാത്ത ഈ മിസ്സിംഗ് കേസിൽ താങ്കൾക്ക് ഇത്ര താല്പര്യമുണ്ടാകാനുള്ള കാരണം? അത് സാർ, ആ മരിച്ച ഫിറോസ് എൻ്റെ മകനാണ്. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ സാർ. അവൻ അവനിപ്പോൾ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ആ പോലീസുകാരൻ അവിടെയിരുന്ന് കരഞ്ഞു. ഈശ്വർ പ്രസാദ് ആ ഫയൽ അവിടെ വെച്ച് എഴുന്നേറ്റു. എന്നിട്ട് ലാസറിന്റെ തോളിൽ തന്റെ വലതുകരം കൊണ്ട് പതിയെ സ്പർശിച്ചു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ മാത്രമേ ഈശ്വർ പ്രസാദിന് കഴിഞ്ഞുള്ളൂ. നിമിഷങ്ങൾ കഴിഞ്ഞു. ഈശ്വർ പ്രസാദ് CI ലാസർ വൈദ്യനോടായി പറഞ്ഞു, ലാസർ, മകനെ നഷ്ടമായ ഒരു അച്ഛന്റെ വേദന എനിക്ക് മനസ്സിലാകും. ഇന്നു തിങ്കൾ, ഈ വരുന്ന വെള്ളിയാഴ്ച ഞാൻ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിന്റെ വ്രതത്തിലാണ്. കണ്ടില്ലേ, താടിയും മുടിയും ചന്ദനക്കുറിയുമൊക്കെ. ഞാൻ പോകുന്നതിനു മുമ്പ് അന്ന് രാത്രിയിൽ താങ്കളുടെ മകനും കൂട്ടുകാർക്കും സംഭവിച്ചത് നമ്മൾ കണ്ടെത്തിയിരിക്കും. ഇത് ഈശ്വർ പ്രസാദ് താങ്കൾക്ക് തരുന്ന വാക്കാണ്. ഈശ്വർ പ്രസാദിന്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ലാസറിന് തോന്നി. വയസ്സായെങ്കിലും ഇപ്പോഴും ചുറുചുറുക്കുള്ള ഒരു പോലീസ് ഓഫീസറെ പോലെ തന്നെ തോന്നുന്നുണ്ട്. ലാസർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ലാസർ, നമുക്ക് ചെറിയൊരു പണിയുണ്ട്. മേരി ജോണും കൂട്ടരും അന്തിയുറങ്ങുന്ന താങ്കളുടെ മകന്റെ മരണത്തിനും മറ്റു കുട്ടികളുടെ തിരോധാനത്തിനും കാരണമായ കാടിനുള്ളിലെ ആ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ നാളെ രാത്രിയിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ച് പോകുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണി. ചന്ദനക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും CI ലാസർ വൈദ്യൻ ധൃതിയിൽ തന്റെ ജീപ്പ് ലക്ഷ്യമാക്കി നടന്നു. യൂണിഫോം ആയിരുന്നില്ല, സിവിൽ ഡ്രസ്സിലായിരുന്നു അദ്ദേഹം. ഇന്നത്തെ രാത്രിയിൽ ഈശ്വർ ചേർന്ന് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഗൗരവം അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ അറിയാം. ഇനി നേരെ ഈശ്വർ പ്രസാദിന്റെ വീട്ടിലേക്കാണ്. അവിടെ 8 മണിക്ക് ചെല്ലാനാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. താൻ അവിടെ എത്തുമ്പോൾ അദ്ദേഹവും റെഡിയായി നിൽക്കും. ഇനി സമയമില്ല. ജീപ്പിനുള്ളിലേക്ക് കയറിയ ലാസർ വൈദ്യൻ വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ കണ്ട കാഴ്ച തികച്ചും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിലെ ചെറിയ ചായക്കടയ്ക്ക് മുന്നിൽ നിന്നും ചായയും കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈശ്വർ പ്രസാദ്. ഒരു ചുവന്ന ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടുമായിരുന്നു വേഷം. തലയിൽ ക്യാപ്പുമുണ്ട്. ശബരിമലയ്ക്ക് പോകാൻ വ്രതമായതുകൊണ്ട് കാലുകളിൽ ചെരുപ്പുകൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ വലിയൊരു ബാഗ് അദ്ദേഹത്തിന്റെ തോളിൽ തൂക്കിയിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ലാസർ വൈദ്യന് അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും കൂടി. 8 മണിക്ക് തന്നോട് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ട് ഇതാ 7 മണിക്ക് തന്നെ തിരക്കി അദ്ദേഹം വന്നിരിക്കുന്നു. ലാസർ ജീപ്പിൽ നിന്നും ഇറങ്ങി ഈശ്വർ പ്രസാദിന്റെ അടുക്കലെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സാർ നല്ല പണിയാണല്ലോ കാണിച്ചത്. ഞാൻ വന്ന് പിക്ക് ചെയ്യുമായിരുന്നില്ലേ? ഇതിപ്പോൾ സോറി സാർ. ലാസറിന്റെ ചോദ്യത്തിന് പുഞ്ചിരിച്ചുകൊണ്ട് ഈശ്വർ പ്രസാദ് മറുപടി നൽകി, സോറിയോ? എന്തിന്? താങ്കൾ എന്നെ ഇവിടെ കണ്ടത് നന്നായി. അല്ലാതെ ശ്രദ്ധിക്കാതെ പോയിരുന്നെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടായേനെ. ഞാൻ ഇങ്ങനെയാണ് ലാസർ. ഒരു അന്വേഷണം തുടങ്ങാൻ തീരുമാനിച്ചാൽ പിന്നത് തീർക്കാതെ സമാധാനമില്ല. പിന്നെ സർവീസിലില്ലെന്നോ പ്രായമായെന്നോ നോക്കാറില്ല. സാർ, എന്നാൽ നമുക്ക് പോയാലോ? ഓ ഷുവർ, ബട്ട് താങ്കളുടെ ഈ സർവീസ് ജീപ്പിലല്ല. പിന്നെ സാർ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ഏയ് നോ ലാസർ, ഞാൻ ഓട്ടോയിലാണ് വന്നത്. ലാസർ അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നെ ജീപ്പിലല്ലാതെ വേറെ വണ്ടിയെന്ന് പറയുമ്പോൾ? ലാസർ, ഒരു ബുള്ളറ്റ് കിട്ടുമോ? ബുള്ളറ്റോ? സാർ തമാശ പറയുവാണോ? സംശയത്തോടെ നിന്ന ലാസറിനോടായി അദ്ദേഹം പറഞ്ഞു, അല്ല ലാസർ, ഞാൻ കാര്യമായി ചോദിച്ചതാ. പിന്നെ എന്റെ പ്രായമാണോ താങ്കളെ കുഴപ്പിക്കുന്നത്? ഈശ്വർ പ്രസാദ് ചിരിച്ചു. ഏയ് നോ സർ, ബുള്ളറ്റ് കിട്ടും. സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടിക്കുള്ള പോലീസുകാരുടെ കയ്യിൽ ബുള്ളറ്റ് കാണണം. അതെടുക്കാം. പക്ഷേ സാർ, അതും ഈ രാത്രിയിൽ ബുള്ളറ്റ് അതുവരെ ഓടിക്കാന്ന് വെച്ചാൽ? താങ്കൾ ഓടിക്കണമെന്നില്ല ലാസർ, ഞാൻ തന്നെ ഓടിച്ചോളാം. പിന്നെ ബുള്ളറ്റ് ഓടിക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ല ലാസർ. എപ്പോ ഓടിച്ചാലും അത് ആരോടിച്ചാലും ഒരു രാജകീയ കലയാ. ലാസർ വൈദ്യൻ പറഞ്ഞു. സർ, ഞാനിപ്പോ വരാം, ഒരു 5 മിനിറ്റ്. ഓക്കെ ലാസർ. ഇതും പറഞ്ഞ് ലാസർ വൈദ്യൻ സ്റ്റേഷനിലുള്ളിലേക്ക് കയറിപ്പോയി. തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ബുള്ളറ്റിന്റെ ചാവിയും ഹെൽമറ്റും ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ബുള്ളറ്റുമായി വന്ന ലാസർ ഈശ്വർ പ്രസാദിന് മുന്നിലായി അത് സ്റ്റാൻഡിൽ നിർത്തി. പതിയെ ഇറങ്ങി.
ഈശ്വർപ്രസാദ് തന്റെ ബാഗ് ഊരി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണിതിൽ. താങ്കൾ ഇത് വെച്ചിരുന്നാൽ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ബുള്ളറ്റ് ഓടിക്കാമായിരുന്നു. ബുദ്ധിമുട്ടാകുമോ? ഒരിക്കലുമില്ല സാർ. ആ ബാഗ് തരണം, ഞാൻ വെച്ചോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലാസർ സന്തോഷപൂർവ്വം ഈശ്വർപ്രസാദിന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി തോളിൽ തൂക്കി. ഈശ്വർപ്രസാദ് വണ്ടിയെടുത്തു. എന്നിട്ട് ലാസർ വൈദ്യനോടായി ചോദിച്ചു, ലാസർ, ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ കാണാതായ ബ്രിട്ടീഷ് ബംഗ്ലാവിന് മുന്നിൽ വരെ എത്ര ദൂരം കാണും? സർ, ഇവിടെ നിന്നും ഇടത്തോട്ട് 6 കിലോമീറ്റർ പോകുമ്പോൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ്. അവിടെ നിന്നും 500 മീറ്റർ മാറിയാണ് ചെക്ക് പോസ്റ്റ്. അതിലൂടെയാണ് നമുക്ക് വനത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടത്. ചെക്ക് പോസ്റ്റിൽ നിന്നും 2 മണിക്കൂർ കാടിനുള്ളിൽ കൂടി യാത്ര ചെയ്യണം. കാട്ടുവഴി ആയതുകൊണ്ടാണ് 2 മണിക്കൂർ വേണ്ടിവരുന്നത്. അയാൾ നിർത്തി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിരിച്ചാൽ നമ്മൾ 10 മണിക്ക് മുമ്പ് അവിടെ എത്തും, അല്ലേ? അതെ സർ. ശരി. താങ്കൾ ഇന്നലെ നദിക്കപ്പുറത്തുള്ള മറ്റൊരു കാടിനെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ. ആദിവാസി ഊരുകളുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവിനും നദിക്കും അപ്പുറത്തുള്ള ആ കാട്. ഇവിടെ നിന്നും ആ കാട്ടിൽ പോകാൻ എത്ര മണിക്കൂർ എടുക്കും? ചോദ്യം കേട്ട് ആദ്യം ലാസർ ഒന്ന് സംശയിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, സർ, ഇവിടെ നിന്നും വലത്തോട്ട് 2 കിലോമീറ്റർ പോയാൽ ചെറിയൊരു ടൗണാണ്. അവിടെ നിന്നും 10 കിലോമീറ്റർ മാറി ഒരു കടവുണ്ട്. അവിടെ വൈകുന്നേരം 5 മണിവരെ വള്ളം കിട്ടും. വള്ളത്തിൽ കൂടി പോയാൽ 1 മണിക്കൂറിൽ അപ്പുറത്തെ കാട്ടിലെത്താൻ സാധിക്കും. അതുവഴിയാണ് സാധാരണ ആദിവാസികളെല്ലാവരും കാട്ടുൽപ്പന്നങ്ങൾ ടൗണിൽ വിൽക്കാൻ പോകുന്നത്. ശരി. അപ്പോൾ രാത്രിയായതുകൊണ്ട് ഇനി അതുവഴി പോകാൻ പറ്റില്ല. ഓക്കെ. അതല്ലാതെ വേറെ വല്ല വഴിയും? ഉണ്ട് സർ. പക്ഷേ മെയിൻ റോഡ് വഴി പോണം. റോഡിലൂടെ 2.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഒരു പാലം വരും. ആ പാലം കയറി നേരെ പോണം. പാലത്തിൽ നിന്നും 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ആ ചെക്ക് പോസ്റ്റിൽ വലിയ ചെക്കിംഗ് ഒന്നുമില്ല. അവിടെ നിന്നും ആദിവാസി ഊരിന് 5 കിലോമീറ്റർ മുൻപ് വരെ റോഡുണ്ട്. ടോട്ടൽ മണിക്കൂർ നോക്കുമ്പോൾ അവിടെ എത്താൻ ഒരു 3.5 മണിക്കൂർ വേണ്ടിവരും സർ. 3.5 മണിക്കൂർ? ഓക്കെ. അല്ല, ലാസറിന് ആ ആദിവാസി ഊരിൽ നന്നായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരു ചെമ്പനുണ്ട് സർ. ചെമ്പൻ അവിടെ നിന്നും വഞ്ചിയിൽ കാട്ടുതേൻ ഇവിടെ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നവനാ. ഉപകാരിയാണ്, വിശ്വസിക്കാം. എന്താ സാർ? ഏയ്, ഒന്നുമില്ല. ഇനി താമസിക്കണ്ട. അപ്പോൾ നമുക്ക് പോയാലോ ലാസർ? ബ്രിട്ടീഷ് ബംഗ്ലാവിന് അപ്പുറമുള്ള ആ ആദിവാസി ഊരിലേക്ക്? ഈശ്വർപ്രസാദ് പറഞ്ഞത് കേട്ട് ലാസർ വൈദ്യൻ ആകാംക്ഷയോടെ ചോദിച്ചു, ആദിവാസി ഊരിലോ? സർ, എന്റെ മകന്റെ മരണവും ആ കുട്ടികളുടെ മിസ്സിങ്ങും സംഭവിച്ചത് അവിടെ, ആ വനത്തിനുള്ളിലെ ബ്രിട്ടീഷ് ബംഗ്ലാവിന് സമീപത്ത് വെച്ചാണ്. അപ്പോ പിന്നെ? ഈശ്വർപ്രസാദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഫീസർ, താങ്കൾ സംശയിക്കണ്ട. നമ്മൾ പോകുന്നത് നേരായ ദിശയിലേക്കാണ്. ഇപ്പോൾ സമയം 8 മണിയാകാറായി. ഇപ്പോൾ പുറപ്പെട്ടാൽ 12 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തും. താങ്കൾ പുറകിൽ കയറിക്കോളൂ. മറ്റൊന്നും മിണ്ടാതെ ലാസർ ബാഗുമായി ബുള്ളറ്റിന് പുറകിൽ കയറി. സ്റ്റേഷൻ വളപ്പിൽ നിന്നും ആ ബുള്ളറ്റ് സ്റ്റാർട്ടായി. ഹെഡ്ലൈറ്റ് കത്തി. വലതുവശത്തെ ഇൻഡിക്കേറ്റർ മിന്നി തുടങ്ങി. ഗിയർ മാറുന്ന ശബ്ദം പുറകിലിരുന്ന ലാസർ കേട്ടു. പതിയെ ബുള്ളറ്റ് മെയിൻ റോഡിൽ കയറി വലതുവശം തിരിഞ്ഞു. പിന്നെ ഉഗ്രശബ്ദത്തോടെ അത് മുന്നോട്ട് കുതിച്ചു. ബുള്ളറ്റ് അവരെയും കൊണ്ട് ദൂരേക്ക് പോകുന്തോറും പതിയെ പതിയെ അതിന്റെ ശബ്ദം നിലച്ചു. സമയം രാത്രി 11:45 കഴിഞ്ഞു. ഈശ്വർപ്രസാദും CI ലാസർ വൈദ്യനും കൂടി ആദിവാസി ഊരിന് മുന്നിലെത്തി. ലാസർ ബുള്ളറ്റിന് പുറകിൽ നിന്നും ഇറങ്ങി നിന്നു. ഈശ്വർപ്രസാദിന്റെ നഗ്നമായ പാദങ്ങൾ മണ്ണിൽ പതിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരമാകെ കുളിരുകോരി. ആ മനസ്സും ശരീരവും തണുത്തു. കണ്ണുകളടച്ച് അദ്ദേഹം അത് ആസ്വദിച്ചു. ചുറ്റിനും കാട്, നടുവിൽ കുറെ ചെറിയ കുടിലുകൾ. 1-2 കുടിലുകൾക്കുള്ളിൽ നിന്നും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാം. അവിടെ നിന്നും നോക്കിയാൽ 200 മീറ്ററിന് മുന്നിൽ മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ചെറുതായി കാണാം. ശീവീടുകളുടെ നിർത്താതെയുള്ള ശബ്ദത്തിനൊപ്പം തണുപ്പും അരിച്ചിറങ്ങി. കാറ്റടിക്കുമ്പോൾ തണുപ്പിന്റെ തീവ്രത കൂടുന്നതും തന്റെ കൈകളിലെ രോമങ്ങൾ എഴുന്നേൽക്കുന്നതും ലാസർ അറിഞ്ഞു. ഈശ്വർപ്രസാദ് ലാസറിനോടായി പറഞ്ഞു, താങ്കൾക്ക് ആ ചെമ്പന്റെ കുടിൽ അറിയാമെങ്കിൽ അയാളെ വിളിച്ചുകൊണ്ടുവരൂ. പിന്നെ സുരക്ഷിതമായൊരു ഇടം കണ്ടെത്തി ബുള്ളറ്റ് വെക്കണം. നിങ്ങൾ വരുമ്പോൾ ഞാൻ ആ നദിക്കരയിൽ കാണും.
അവിടേക്ക് വന്നാ മതി രണ്ടാളും. പിന്നെ അയാളോടൊന്നും പറയാൻ നിൽക്കണ്ട. ഈശ്വർപ്രസാദിന്റെ വാക്കുകൾ കേട്ട ലാസറിന് ചെമ്പനും ഈ കേസുമായുള്ള ബന്ധം മനസ്സിലായില്ല. അയാൾ ബുള്ളറ്റുമായി ചെമ്പന്റെ കുടിൽ ലക്ഷ്യമാക്കി പോയി. 15 മിനിറ്റ് കഴിഞ്ഞു കാണും. ലാസർ വൈദ്യൻ ഒറ്റയ്ക്ക് നദിക്കരയിലേക്ക് വന്നു. എന്നിട്ട് ഈശ്വർപ്രസാദിനോടായി പറഞ്ഞു, സർ, ചെമ്പനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ചെമ്പൻ പതുക്കെ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ രാത്രി മുഴുവൻ നമുക്കുള്ളതാണ്. ഈ സമയം ലാസർ വൈദ്യൻ തന്റെ ഉള്ളിലെ സംശയങ്ങൾ ഓരോന്നായി അദ്ദേഹത്തോട് ചോദിച്ചു. അല്ല സർ, ബ്രിട്ടീഷ് ബംഗ്ലാവിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെയാണല്ലോ നമ്മ നിൽക്കുന്നത്. അതുമല്ല, ചെമ്പനും ഈ കേസുമായുള്ള ബന്ധം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സർ. ഈശ്വർപ്രസാദിന്റെ മറുപടി പെട്ടെന്നായിരുന്നു. ആൻസർ ഈസ് വെരി സിമ്പിൾ ലാസർ. ഞാൻ താങ്കളോട് ബ്രിട്ടീഷ് ബംഗ്ലാവിൽ പോകണമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ രാത്രി തന്നെ നമ്മൾ അവിടെ പോവുകയും ചെയ്യും. അതിന് നമുക്ക് ചെമ്പന്റെ സഹായം വേണം. കാരണം ഈ രാത്രിയിൽ ഒരു വഞ്ചി സംഘടിപ്പിച്ചു തരാൻ ചെമ്പന് ഈസിയായി സാധിക്കും. ഈ നദിയിലൂടെയാണ് നമ്മൾ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ പോകുന്നത്. അതിനാണ് ചെമ്പനെ തിരക്കി നമ്മളിവിടെ വന്നതും. എന്നിട്ടും ലാസറിന് സംശയം മാറുന്നില്ല. അയാൾ ചോദിച്ചു, അവിടെ പോകാൻ ഇത്രയും റിസ്കിന്റെ ആവശ്യമുണ്ടോ സർ? അതും ഈ രാത്രി? നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി പോകാമായിരുന്നല്ലോ. താങ്കൾക്ക് അവിടെ തെറ്റി. തീർച്ചയായും നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. അതിന് കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ഞാനിപ്പോൾ സർവീസിലില്ല. 2, താങ്കളുടെ മേലുദ്യോഗസ്ഥനായ മുഹമ്മദ് ഇബ്രാഹിം അന്വേഷിച്ച ഈ കേസ് അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ താങ്കൾക്ക് അന്വേഷിക്കാൻ കഴിയില്ല. ഒന്ന് നിർത്തിയിട്ട് വീണ്ടും പറഞ്ഞു, അപ്പോൾ നമ്മുടെ ഈ അന്വേഷണം ഒഫീഷ്യലല്ല, അൺഒഫീഷ്യലാണ്. സോ ചെക്ക് പോസ്റ്റ് വഴി രാത്രി നമുക്ക് വനത്തിനുള്ളിൽ കയറാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വേണം. അതും ചിലപ്പോൾ മാത്രം. പിന്നെ അവരും നമ്മുടെ കൂടെ വരും. തന്റെ ഡിപ്പാർട്ട്മെന്റ് അറിയും. പിന്നെ ഒന്നും നടക്കില്ല. ഇതാകുമ്പോൾ ആരും അറിയാതെ തന്നെ നമുക്ക് ബ്രിട്ടീഷ് ബംഗ്ലാവും പരിസരവും നന്നായി പരിശോധിക്കാൻ പറ്റും. അതിന് പറ്റിയ മാർഗം ഈ നദി കടന്ന് അവിടെ പോകുന്നത് തന്നെയാണ്. ഈശ്വർപ്രസാദിന്റെ നീക്കങ്ങൾ വളരെ കൃത്യതയോടെ ആണെന്ന് ലാസർ വൈദ്യന് മനസ്സിലായി. അപ്പോഴേക്കും ചെമ്പനും അവിടേക്ക് വന്നു. സമയം രാത്രി 2 മണി കഴിഞ്ഞു. നല്ല നിലാവുള്ള രാത്രി. നദിയിൽ ചന്ദ്രന്റെ പ്രതിബിംബം കാണാം. ചെമ്പൻ തുഴയുന്ന ആ വഞ്ചി പതിയെ കരയിലേക്ക് അടുക്കാറായി. ലാസർ, ആ ബാഗിനുള്ളിൽ ടോർച്ചുണ്ട്. കരയെത്താറായി. ഇനി നമുക്ക് വെളിച്ചം ആവശ്യമാണ്. ലാസർ വൈദ്യൻ ടോർച്ചെടുത്ത് അത് തെളിയിച്ചു. ഈശ്വർപ്രസാദും ലാസർ വൈദ്യനും വഞ്ചിയിൽ നിന്നും കരയിലേക്ക് ഇറങ്ങി. വഞ്ചി സുരക്ഷിതമായി കെട്ടിയ ശേഷം ചെമ്പനും അവർക്ക് പിന്നാലെ വന്നു. അല്പസമയം ആ വനത്തിനുള്ളിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ഇടയ്ക്ക് ചീവീടിന്റെയും മറ്റ് ജീവികളുടെയും ശബ്ദം ആ നിശബ്ദത ഇല്ലാതാക്കി. നിലാവിന്റെ വെട്ടം മരങ്ങൾക്കിടയിലൂടെ ഊഴ്ന്നിറങ്ങി. ഇളം കാറ്റിൽ മരച്ചില്ലകൾ ചലിക്കുന്നുണ്ട്. ടോർച്ച് ലൈറ്റിന്റെ സഹായത്താൽ അവർ മൂവരും വനത്തിനുള്ളിലൂടെ ബ്രിട്ടീഷ് ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. കുറച്ചു മുന്നോട്ട് പോയതും ഈശ്വർപ്രസാദ് പെട്ടെന്ന് നിന്നു. എന്നിട്ട് മുന്നോട്ട് കൈ ചൂണ്ടി. നിലാവെളിച്ചമേറ്റ് ആ വലിയ മതിലുകൾക്ക് നടുവിലായി അതാ ബ്രിട്ടീഷ് ബംഗ്ലാവ്. കരിങ്കല്ലിൽ തീർത്ത ബംഗ്ലാവിൽ നിലാവിന്റെ വെട്ടം പതിച്ചപ്പോൾ അവ ഭീകരമായി കാണപ്പെട്ടു. അവർ നടന്ന് ബ്രിട്ടീഷ് ബംഗ്ലാവിന് മുന്നിലെത്തി. ഒരു നിമിഷം ഈശ്വർപ്രസാദ് ചുറ്റിനും പരിശോധിച്ചു. എന്നിട്ട്, ലാസർ, ഈ ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ പണിയാനുണ്ടായ കാരണം താങ്കൾ അന്വേഷിച്ചോ? സർ, പണ്ട് ബ്രിട്ടീഷുകാർക്ക് നായാട്ട് ഒരു വിനോദമായിരുന്നു. ബ്രിട്ടീഷ് പ്രഭുക്കന്മാർ നായാട്ടിന് വരുമ്പോൾ താമസിക്കാനും പിന്നെ ആയുധങ്ങൾ സൂക്ഷിക്കാനും വേണ്ടി നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നത്. അതല്ലാതെ കൂടുതലായി അന്വേഷിച്ചില്ല സർ. ശരി, അപ്പോൾ താങ്കൾ ആ ശവക്കല്ലറയുടെയും രഹസ്യം അന്വേഷിച്ചു കാണുമല്ലോ, അല്ലേ? അത് സർ, അതിന് കൃത്യമായൊരുത്തരം എൻ്റെ പക്കലില്ല. സാരമില്ല ലാസർ. താങ്കളുടെ മകന്റെ മരണവും മറ്റു കുട്ടികളുടെ തിരോധാനവും കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ കല്ലറകളുടെ രഹസ്യവും ചുരുളഴിയപ്പെടും. പക്ഷേ ശവക്കല്ലറകൾ മതിലിനുള്ളിലാണ്. അപ്പോൾ പിന്നെ ഈ മരണവും കുട്ടികളുടെ മിസ്സിങ്ങുമായി ഒരു രീതിയിലും കണക്റ്റ് ആകുന്നില്ല സർ. ഒരു കേസിൽ അന്വേഷകന്റെ അനുമാനങ്ങളും നിഗമനങ്ങളുമാണ് ആ കേസിനെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും നമ്മളിതുവരെ വന്നിട്ട് കല്ലറയ്ക്കുള്ളിലെ അതിഥികളെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ ലാസർ.
ഇതും പറഞ്ഞ് ബാഗിനുള്ളിൽ നിന്നും ഈശ്വർപ്രസാദ് പ്ലാസ്റ്റിക് കയറെടുത്തു. അതിൽ മുകളിലേക്ക് പിടിച്ചു കയറുവാൻ കെട്ടുകൾ ഉണ്ടായിരുന്നു. ആ കയർ ചെമ്പന്റെ കയ്യിൽ കൊടുത്തു. ഈശ്വർപ്രസാദും ലാസറും കൂടി ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ ഗേറ്റിൽ പിടിച്ചു നിന്നു. എന്നിട്ട് കയറുമായി താങ്കളുടെ തോളിൽ ചവിട്ടി കയറുവാൻ ചെമ്പനോട് ആവശ്യപ്പെട്ടു. ആദ്യം മടിച്ചെങ്കിലും പിന്നെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചെമ്പൻ കയറി. ആ ഗേറ്റിനു മുകളിൽ കയർ കുരുക്കി താഴെയിട്ടു. ചെമ്പന്റെ സഹായത്താൽ അവർ രണ്ടും ഗേറ്റിനു മുകളിലൂടെ അകത്തിറങ്ങി. രാത്രിയായതിനാൽ അതിനുള്ളിലെ കാഴ്ച അവ്യക്തമായിരുന്നു. പക്ഷേ നിലാവിന്റെ വെട്ടം നന്നായി ആ വളപ്പിനുള്ളിൽ ലഭിച്ചിരുന്നു. ഇപ്പോൾ ശവകല്ലറകൾ കൃത്യമായി കാണാൻ പറ്റും. അതിനകം പൊതുവെ നിശബ്ദമായിരുന്നു. ലാസറിന് ഒരു ശ്മശാന മൂകത അനുഭവപ്പെട്ടു. എന്തോ ഗന്ധം അതിനുള്ളിൽ തളം കെട്ടി നിന്നിരുന്നു. മൂവരും നന്നേ ക്ഷീണിതരായി കാണപ്പെട്ടു. അപ്പോഴേക്കും ഈശ്വർപ്രസാദിന്റെ ശബ്ദം അതിനുള്ളിൽ കേട്ടു. താങ്കൾക്ക് ഈ കല്ലറകളിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇല്ല സാർ. എന്നാൽ ഉണ്ട് ലാസർ. ഇവയിൽ ഒന്നിൽ പോലും കുരിശില്ല. അതെ, സത്യമാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ലാസർ ശരിവെച്ചു. വീണ്ടും ഈശ്വർപ്രസാദ് പറഞ്ഞു. ലാസർ, സമയം 3 മണി കഴിഞ്ഞു. പുലരുവാൻ ഇനി അധിക സമയമില്ല. ഈ രാത്രി നമുക്ക് ഇവിടെയൊന്നും ചെയ്യാനില്ല. ശവക്കല്ലറകളും ബംഗ്ലാവിന് ചുറ്റും നാളെ രാവിലെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇതും പറഞ്ഞ് ഈശ്വർപ്രസാദ് തന്റെ ബാഗിൽ നിന്നും ഒരു തുണിയെടുത്തു. എന്നിട്ട് അതുമായി മേരി ജോണിന്റെ പേര് കൊത്തിവെച്ച ആ വലിയ കല്ലറയുടെ അടുക്കിലേക്ക് നടന്നു. കല്ലറയുടെ മുകളിൽ ആ തുണി വിരിച്ച ശേഷം പതിയെ കല്ലറയ്ക്ക് മുകളിലായി കിടന്നു. പിന്നെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തമായി ഉറങ്ങി. പക്ഷേ ഈശ്വർപ്രസാദിന്റെ ആ പ്രവൃത്തി ലാസർ വൈദ്യനെയും ചെമ്പനെയും അതിശയിപ്പിച്ചു. അവർ പരസ്പരം നോക്കി നിന്നു. ബുധനാഴ്ച രാവിലെ 7 മണി. പ്രഭാത സൂര്യന്റെ ഇളം വെയിൽ ആ മുഖത്ത് പതിച്ചപ്പോൾ ലാസർ വൈദ്യൻ പതിയെ കണ്ണുകൾ തുറന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ കിട്ടിയ കുറച്ചു സമയം അയാൾ നന്നായി തന്നെ ഉറങ്ങി. കണ്ണു തുറന്ന് നിമിഷ നേരത്തേക്ക് താൻ എവിടെയാണെന്ന് പോലും ലാസർ മറന്നുപോയിരുന്നു. പെട്ടെന്ന് തലേ ദിവസത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഓടിയെത്തി. ബുള്ളറ്റിലൂടെയുള്ള യാത്ര, നദിയിലൂടെ വഞ്ചിയിൽ വന്നത്, ഗേറ്റിന് മുകളിലൂടെ സാഹസികമായി ബംഗ്ലാവിലേക്ക് ഇറങ്ങിയത്, ഈശ്വർപ്രസാദ്, ചെമ്പൻ, അങ്ങനെ പലതും. ലാസർ വൈദ്യൻ ചാടിയെഴുന്നേറ്റ് അവിടെയാകെ കണ്ണോടിച്ചു. പാതിരാത്രിയിൽ ബ്രിട്ടീഷ് ബംഗ്ലാവിനും ആ ശവകല്ലറയ്ക്കും ഉണ്ടായിരുന്ന ഭീകരത ഇപ്പോളില്ല. പകൽ വെളിച്ചം ആ അന്ധകാരം മാറ്റിയപ്പോൾ ഇതും സാധാരണ ഒരിടം, അത്ര തന്നെ. കരിങ്കൽ മതിലിന് നടുവിൽ തീർത്തൊരു വലിയൊരു കരിങ്കൽ ബംഗ്ലാവ്. മറ്റു പ്രത്യേകതകൾ ഒന്നും തന്നെയില്ല. എന്നാൽ മറ്റൊരു കാഴ്ച ലാസറിനെ അമ്പരപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മാറി മേരി ജോണിന്റെ കല്ലറയ്ക്ക് മുകളിലിരുന്ന് യോഗ ചെയ്യുകയാണ് ഈശ്വർപ്രസാദ്. ലാസർ ചിന്തിച്ചു, ഈ മനുഷ്യന് പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. രാത്രിയിൽ കിടക്കാൻ ശവകല്ലറയ്ക്ക് മുകളിൽ ഇടം കണ്ടെത്തുന്നു. ഇതായിപ്പോൾ ആരോഗ്യപരിപാലനവും കല്ലറയ്ക്ക് മുകളിൽ തന്നെ. നിമിഷ നേരം മതി അദ്ദേഹത്തിന് ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടുവാൻ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്ന ലാസറിനെ ആ ചിന്തയിൽ നിന്ന് ഉണർത്തിയതും ഈശ്വർപ്രസാദ് തന്നെയായിരുന്നു. ഗുഡ് മോർണിംഗ് ലാസർ. ഗുഡ് മോർണിംഗ് സർ. ലാസർ ചോദിച്ചു. സർ, ചെമ്പൻ? ഇവിടെയൊന്നും അവനെ കാണുന്നില്ല. ചെമ്പൻ അയാളുടെ ഊരിൽ പോയി. 2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. അയാൾ വരുമ്പോൾ നമുക്ക് ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാനുള്ള ആഹാരവും കൊണ്ടുവരും. വീണ്ടും അദ്ദേഹം തുടർന്നു. പിന്നെ ലാസർ, ചെമ്പൻ ഒറ്റയ്ക്കല്ല വരുന്നത്, മറ്റു ചിലരും കൂടി ഉണ്ടാകും. നമുക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. അതിന് സഹായത്തിന് ആള് വേണം. പിന്നെ ചെമ്പനും കൂട്ടിനും വരട്ടെ, നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. സർ, അപ്പോൾ ഇന്നും നമ്മളിവിടെ ഉണ്ടോ? ലാസറിന്റെ ആ ചോദ്യത്തിന് ഈശ്വർപ്രസാദ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഇന്ന് മാത്രമല്ല ലാസർ, ഈ കേസ് തെളിയുന്നതുവരെ നമ്മളിവിടെ തന്നെ ഉണ്ടായിരിക്കും. വീണ്ടും ലാസർ വൈദ്യന് സംശയം. അപ്പോ പിന്നെ ചെമ്പനെ കൂടാതെ മറ്റുള്ളവർ എന്തിനാണ് സർ? അതിന്റെ ആവശ്യമുണ്ടോ? നല്ല ചോദ്യം. നമുക്കവരെ ആവശ്യമുണ്ട് ലാസർ. രാവിലെ ഞാനും ചെമ്പനും കൂടി ഇതിനുള്ളിൽ ചെറിയൊരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ താങ്കൾ നല്ല ഉറക്കമായിരുന്നു. ഞാൻ താങ്കൾക്ക് മനസ്സിലാക്കി തരാം, വരൂ. ഇതും പറഞ്ഞ് ലാസറിനെ ശവക്കല്ലറകളുടെ അടുക്കലേക്ക് ഈശ്വർപ്രസാദ് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു,
താങ്കൾ ഈ കല്ലറകൾക്ക് പുറമെ വെറുതെ ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് താങ്കളുടെ നിഗമനങ്ങൾ എന്നോട് പറയുക. ഇതും പറഞ്ഞ് ഈശ്വർപ്രസാദ് കൈകൾ കെട്ടി മാറി നിന്നു. ലാസർ വൈദ്യൻ മേരി ജോണിന്റെയും അവിടെയുണ്ടായിരുന്ന മറ്റു കല്ലറകളിലും ആ പരിസരത്തും ചെറിയൊരു തിരച്ചിൽ നടത്തി. തിരികെ അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. തിരികെ വന്ന ലാസറിനോട്, "പറയൂ ലാസർ, താങ്കൾക്ക് എന്തു തോന്നുന്നു?" "നോ സർ, പ്രത്യേകിച്ചൊന്നുമില്ല. കുരിശുകളില്ലാത്ത 10ഓളം കല്ലറകൾ. വേറൊന്നുമില്ല സർ." "ശരി." അദ്ദേഹം പുഞ്ചിരിച്ചു. "ഇനി സാറിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും?" "തീർച്ചയായും ലാസർ. അവിടെ ആ കല്ലറയിലേക്ക് നോക്കൂ." ഈശ്വർ പ്രസാദ് ചൂണ്ടിയിടത്തേക്ക് ലാസർ നോക്കി. ലാസർ, അതിൽ 2 കല്ലറകളിൽ ഉണങ്ങിയ രക്തത്തുള്ളികളുടെ പാടുകളുണ്ട്. ആ കല്ലറയിലെ രക്തക്കറകൾക്ക് അധിക ദിവസത്തെ പഴക്കവുമില്ല. മറ്റു കല്ലറകളിലൊന്നും രക്തക്കറയില്ല. ഈശ്വപ്രസാദ് പറഞ്ഞത് കേട്ട ലാസർ അവിടെ കണ്ട 2 കല്ലറകളിലും പരിശോധന നടത്തി നോക്കി. അതെ, ശരിയാണ്, 2ലും രക്തക്കറ. ലാസർ വരൂ, മറ്റൊന്നുകൂടി കാണിച്ചു തരാം. നേരെ ഈശ്വപ്രസാദ് കുറച്ച് മുന്നോട്ട് നടന്നു. എന്നിട്ട് അവിടെ മുട്ടിലിരുന്നു. ലാസറും കൂടെയിരുന്നു. "നോക്കൂ ലാസർ, ഈ നഗ്നമായ കാൽപ്പാടുകൾ കണ്ടു. അവ ആ രക്തക്കറകളുള്ള കല്ലറയുടെ അടുത്ത് വരെ പോകുന്നത് കാണാം. പക്ഷേ സാർ, സാറിനും കാലിൽ ചെരുപ്പില്ലല്ലോ. അപ്പോൾ രാവിലെ കല്ലറകൾ പരിശോധിക്കുന്ന സമയത്ത് സാറിന്റെ തന്നെ പാദങ്ങൾ പതിഞ്ഞതായിക്കൂടെ?" "ഒരിക്കലുമല്ല ലാസർ. കാരണം എൻ്റെ കാലുകളേക്കാൾ 1 ഇഞ്ച് കൂടുതലാണ് ഈ കാൽപ്പാടുകൾക്ക്. താങ്കൾ തന്നെ നോക്കൂ." അവിടെ നിന്നും എഴുന്നേറ്റ ഈശ്വർ പ്രസാദ് തന്റെ കാലുകൾ തറയിൽ കണ്ട കാൽപ്പാടുകളിൽ വെച്ചു. "അതെ, രണ്ടും രണ്ടളവുകൾ. മറ്റൊരു സത്യം കൂടി താങ്കൾ മനസ്സിലാക്കണം ലാസർ." "എന്താ സാർ?" ലാസർ പെട്ടെന്ന് ചോദിച്ചു. ഈശ്വർ പ്രസാദ് തുടർന്നു. "ഒരാഴ്ച മുമ്പ് ചിലർ ആരുമറിയാതെ ഈ ബംഗ്ലാവിൽ വന്നിരുന്നു. വന്നവർ ഈ കല്ലറകളിലും എന്തോ ചെയ്തിരിക്കുന്നു." "സർ, അത് സാറിനെങ്ങനെ മനസ്സിലായി?" "ലാസർ, ഞാൻ ചെമ്പനോട് തിരക്കിയപ്പോൾ ഒരാഴ്ച മുമ്പ് വരെ ഈ പ്രദേശത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയ്ക്ക് ശേഷമാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പ്. അല്ലാതെ ആയിരുന്നുവെങ്കിൽ ഈ കാൽപ്പാടുകൾ ഇവിടെ കാണില്ലായിരുന്നു. അവ മഴവെള്ളത്തിൽ ഒലിച്ചു പോയേനെ." "ഞാൻ പറഞ്ഞത് ശരിയല്ലേ ലാസർ?" അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ശരിവെച്ച് ലാസർ. "അതെ സാർ, ശരിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത മൂവ് എന്താ സാർ?" ലാസർ സംശയത്തോടെ തിരക്കി. "സംശയം എന്തിനാ ലാസർ? താങ്കൾ മനസ്സിൽ വിചാരിച്ചത് തന്നെ. ഈ കല്ലറകൾ നമ്മൾ തുറക്കുന്നു. അതിനുള്ളിലെ രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്തണം. അതിന് ചെമ്പനും കൂട്ടരും വന്നേ പറ്റൂ." ഒന്ന് നിർത്തിയിട്ട് വീണ്ടും അദ്ദേഹം ലാസറിനോടായി പറഞ്ഞു. "ലാസർ, ആ ബാഗിനുള്ളിൽ ടവലും പേസ്റ്റും സോപ്പുമുണ്ട്. താങ്കൾക്ക് ഫ്രഷ് ആകാൻ ഇതിനുള്ളിൽ നിർവാഹമില്ല. ഒരിക്കൽ കൂടി താങ്കൾ ആ ഗേറ്റ് ചാടിയേ മതിയാകൂ. ഞാൻ രാവിലെ പോകുമ്പോൾ താങ്കൾ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ശല്യപ്പെടുത്തിയില്ല. പോയിട്ട് വരൂ ലാസർ, സമയമില്ല. നമുക്ക് ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്. പിന്നെ താങ്കൾ വരുമ്പോൾ ബാഗിനുള്ളിലെ ബ്രെഡും പഴവും കഴിക്കാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ പ്രാതൽ അതാണ്." ചിരിച്ചുകൊണ്ടുള്ള ഈശ്വർപ്രസാദിന്റെ ആ വാക്കുകൾ ലാസർ വൈദ്യനിൽ സന്തോഷവും അതിലുപരി ആത്മവിശ്വാസവും ഉളവാക്കി. അയാൾ ചിന്തിച്ചു, എത്രമാത്രം കൃത്യതയോടെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ചുവടും. കൂടാതെ സ്വന്തം കാര്യങ്ങളോടും തന്റെ സഹപ്രവർത്തകന്റെ കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധാലുവാണ്. ഈശ്വർപ്രസാദിന്റെ റിട്ടയർമെന്റിലൂടെയുള്ള ഈ വിശ്രമ ജീവിതം എന്നും കേരള പോലീസിന് തീരാ നഷ്ടമാണ്. ബാഗിനുള്ളിൽ നിന്നും ടവലും സോപ്പും പേസ്റ്റും എടുത്തുകൊണ്ട് ലാസർ വൈദ്യൻ ഇരുമ്പ് ഗേറ്റിലൂടെ താഴെ കിടക്കുന്ന പ്ലാസ്റ്റിക് കയർ ലക്ഷ്യമാക്കി നടന്നു. പകൽ 10 മണി കഴിഞ്ഞു. ചെമ്പനും കൂട്ടരും വഞ്ചിയിൽ ബ്രിട്ടീഷ് ബംഗ്ലാവ് ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. സാമാന്യം വലിയൊരു വഞ്ചി. വഞ്ചി ചെമ്പൻ കരയിലേക്ക് അടുപ്പിച്ചു. ചെമ്പനെ കൂടാതെ അവർ 5 പേരുണ്ടായിരുന്നു. ആദ്യം 3 പേർ കരയിലേക്ക് ചാടി. വഞ്ചിയിൽ നിൽക്കുന്ന ചെമ്പനും മറ്റു 2 പേരും ചേർന്ന് കരയിൽ നിൽക്കുന്നവരുടെ കയ്യിലേക്ക് വഞ്ചിയിൽ നിന്നും സാധനങ്ങൾ ഓരോന്നായി എടുത്തു കൊടുക്കുന്നു. ആദ്യം വലിയ 2 സഞ്ചികൾ. അതിനുള്ളിൽ എല്ലാവർക്കുമുള്ള ഭക്ഷണവും വെള്ളവുമായിരുന്നു. പിന്നെ മൺവെട്ടികൾ, കമ്പിപ്പാരകൾ, അങ്ങനെ പലതും.
അവർ കരയിലേക്ക് വാങ്ങിവച്ചു. അവസാനമായി വഞ്ചിയിൽ നിന്നും വലിയൊരു ഏണിയെടുത്തു. അതും കരയിൽ നിൽക്കുന്നവരുടെ സഹായത്തോടെ കരയിൽ ഇറക്കി വെച്ചു. ഇതൊക്കെ ചെമ്പൻ ഊരിലേക്ക് പോയപ്പോൾ ഈശ്വർപ്രസാദ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട സാധനങ്ങളായിരുന്നു. സമയം കളയാതെ ബാക്കിയുള്ളവരും വഞ്ചിയിൽ നിന്നും കരയിലേക്ക് ചാടി. ചെമ്പൻ വഞ്ചി തുഴഞ്ഞ് കുറച്ച് മുന്നോട്ടു പോയി. അത് അവിടെ കെട്ടിയിട്ടു. പിന്നെ വഞ്ചിയിൽ നിന്നും ഇറങ്ങി കൂട്ടുകാർക്കരികിലേക്ക് നടന്നു. ഊരിൽ നിന്നും താൻ കൊണ്ടുവന്ന സാധനങ്ങളും കൂടെ വന്നവരുടെ സഹായത്തോടെ ബംഗ്ലാവിന് മുന്നിലെ ഗേറ്റിനു വെളിയിൽ വെച്ചു. എന്നിട്ട് ഗേറ്റിനകത്തേക്ക് നോക്കി വിളിച്ചു. ചെമ്പന്റെ വിളി കേട്ടതും ആ വിളിക്കായി കാത്തിരുന്നത് പോലെ ഈശ്വർപ്രസാദും ലാസർ വൈദ്യനും ഗേറ്റിന് മുന്നിലെത്തി. ഈശ്വരൻ സാറേ, സാറ് പറഞ്ഞതുപോലെ എല്ലാം റെഡിയാണ്. ഇനി എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട ചെമ്പ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണ് സാറേ ഞങ്ങൾ ചെയ്യേണ്ടത്? സാറ് പറയിൻ. നിങ്ങളിപ്പോ 6 പേരുണ്ട് അല്ലേ? അതെ സാറേ. ആദ്യം മതിലിൽ ഏണി ചാരി വെക്കുക. പിന്നെ ചെമ്പനും കൂടെയുള്ള 3 പേരും കൂടി അതിലൂടെ അകത്തേക്ക് വരിക. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ സുരക്ഷിതമായി തന്നെ അകത്തെത്തിക്കണം. കൂടാതെ പുറത്തു നിൽക്കുന്ന നിങ്ങൾ 2 പേരും ഏണി ഉപയോഗിച്ച് ഈ ഗേറ്റിൽ കെട്ടിയിരിക്കുന്ന കയർ മാറ്റുക. ശേഷം ഏണി സുരക്ഷിതമായി ഒളിപ്പിച്ച ശേഷം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ വിളിക്കാം. പിന്നെ 2 ആളും സൂക്ഷിക്കണം. ഈശ്വർപ്രസാദ് കല്ലറകളുടെ അടുത്തേക്ക് നടന്നു. പുറകെ ലാസർ വൈദ്യനും. അപ്പോഴേക്കും ഗേറ്റിന് വെളിയിലുള്ളവർ ഏണിയിലൂടെ അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. സമയം 11 മണിയായപ്പോൾ അവർ കല്ലറകൾ തുറക്കാൻ ആരംഭിച്ചു. ചെമ്പനും കൂട്ടരും അതിനുവേണ്ടി കഠിനമായി തന്നെ അധ്വാനിച്ചു. ആദ്യമായി മേരി ജോണിന്റെ ആ വലിയ കല്ലറ തന്നെ തുറന്നു. കല്ലറയുടെ സ്ലാബ് എല്ലാവരും ചേർന്ന് നിരക്കി മാറ്റി. അതിനുള്ളിൽ വലിയ കുഴിയിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വമിച്ചുകൊണ്ടിരുന്നു. ആ കുഴിക്കുള്ളിൽ ഒരു പഴകിയ തലയോട്ടിയും കുറച്ച് എല്ലിൻ കഷ്ണങ്ങളും മണ്ണുമായി ചേർന്ന് കിടക്കുന്നു. മറ്റൊന്നും തന്നെ അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. മേരി ജോണിന്റെ കല്ലറ പഴയ പോലെ അടച്ച ശേഷം അവർ നേരെ പോയത് രാവിലെ രക്തക്കറകൾ കണ്ട മറ്റു കല്ലറകളുടെ അടുത്തേക്കാണ്. ആ കല്ലറകളും തുറക്കപ്പെട്ടു. അതിനുള്ളിലെ കാഴ്ച കണ്ടവർ സ്തംഭിച്ചു നിന്നു. ആ കല്ലറയ്ക്കുള്ളിൽ അഴുകി തുടങ്ങിയ 2 ശവങ്ങൾ. ഒരു പെൺകുട്ടിയുടെയും അടുത്തത് 35 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെയും. ശവപ്പെട്ടികൾ ഉണ്ടായിരുന്നില്ല. ശവങ്ങളിൽ നിന്നും പല ഭാഗങ്ങളും അഴുകി മണ്ണിൽ ചേർന്ന് അസ്ഥികൾ കണ്ട് തുടങ്ങിയിരിക്കുന്നു. അതിൽ പെൺകുട്ടിയുടെ കണ്ണിന്റെ ഭാഗത്ത് 2 കുഴികൾ മാത്രം. ആ ശരീരം പൂർണ്ണമായും അഴുകി തുടങ്ങിയിരുന്നു. അസഹനീയമായ ദുർഗന്ധം ആ മതിൽക്കെട്ടിനുള്ളിൽ തങ്ങി നിന്നു. ലാസറും കൂട്ടരും ഛർദ്ദിക്കാൻ തുടങ്ങി. ഈശ്വർപ്രസാദ് അവരോടായി പറഞ്ഞു, മതി, വേഗം കല്ലറകൾ അടയ്ക്കൂ. ഇതിൽ നിന്നും വരുന്ന ദുർഗന്ധം ശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും ചേർന്ന് ഒരുവിധം 2 കല്ലറകളും അടച്ചു. പിന്നെ കുറേ നേരം അവിടെ മിണ്ടാതിരുന്നു. ലാസർ, ഇനി മറ്റു കല്ലറകൾ തുറക്കണമെന്നില്ല. അതിനുള്ളിലും ശവങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം പഴക്കം ചെന്നതുമാകാം. പക്ഷേ ഈ 2 ശവങ്ങളും ഒരാഴ്ച മുമ്പ് ഇതിൽ കൊണ്ടിട്ടതാണ്. കാരണം അവ അഴുകി തുടങ്ങിയിട്ടേയുള്ളൂ. സർ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എൻ്റെ മകൻ്റെ മരണവും കുട്ടികളുടെ മിസ്സിങ്ങുമല്ലാതെ ആരും കയറാത്ത ഈ ബംഗ്ലാവിൽ അഴുകി തുടങ്ങിയ ശവങ്ങൾ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സർ. മറ്റു പല രഹസ്യങ്ങളും ചുരുളഴിയാനുണ്ടെന്ന് മനസ്സ് പറയുന്നു. ശരിയാണ് ലാസർ. അദ്ദേഹം ആ വാക്കുകൾ ശരിവച്ചു. പക്ഷേ സാർ, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ ബംഗ്ലാവിൽ പുറം ലോകം അറിയാത്ത എന്തോ രഹസ്യങ്ങളുണ്ട്. ഇതിന്റെ താക്കോൽ നഷ്ടമായെന്ന് പറഞ്ഞത് കള്ളമാകും. മറ്റാരുടെയോ കൈവശമാണ് ഈ ബംഗ്ലാവിന്റെ താക്കോൽ. യെസ് ലാസർ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്യാനായി ഈ കല്ലറകൾ ആരോ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയാകുമ്പോൾ ആരും സംശയിക്കില്ല. തെളിവും നശിപ്പിക്കാം. പക്ഷേ ഈ മൃതദേഹങ്ങൾ എങ്ങനെ ഇവിടെ വരുന്നു? ഈശ്വർപ്രസാദ് ചിന്തിച്ചു. സർ, അപ്പോൾ ഈ കല്ലറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ആ ക്രിസ്ത്യൻ പേരുകൾ, അതൊക്കെ ആരാ? കണ്ടെത്തണം ലാസർ. നമ്മൾ ഉടനെ തന്നെ അവ കണ്ടെത്തും. ഇതിന് പിന്നിലുള്ളവർ വീണ്ടും ഇവിടെ മൃതദേഹങ്ങളുമായി വരും. നമുക്ക് ഒരു കെണിയൊരുക്കി കാത്തിരിക്കാം. എന്നിട്ട് ഈശ്വർപ്രസാദ് ചെമ്പനോടും കൂട്ടരോടും പറഞ്ഞു.
ഇവിടെ പഴയപടിയാക്കിയ ശേഷം നിങ്ങൾ പൊയ്ക്കൊള്ളൂ. പിന്നെ രാത്രിയിൽ നിങ്ങൾ ബംഗ്ലാവിന് മുന്നിലെ വനത്തിൽ ഒളിച്ചിരിക്കണം. ആരും ഉറങ്ങരുത്. അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ സിഗ്നൽ തരാം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. ഈശ്വർപ്രസാദിന്റെ വാക്കുകൾ കേട്ടവർ തലയാട്ടി. എന്നിട്ടും അവിടെ മുഴുവൻ പഴയതുപോലെ ആക്കാൻ തുടങ്ങിയവർ. സമയം രാത്രി 12 മണി കഴിഞ്ഞു. ബംഗ്ലാവും പരിസരവും നിശബ്ദം. ഈശ്വർപ്രസാദും ലാസറും ബംഗ്ലാവിന് പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നദിയിൽ ഒരു ബോട്ട് വരുന്ന ഒച്ച കേട്ടു. പിന്നെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മതിലിന് പുറത്ത് ആരുടെയൊക്കെയോ കാൽപ്പരിമാറ്റവും ഒച്ചയും കേട്ടു തുടങ്ങി. അവർ ജാഗരൂകരായി. ലാസർ വൈദ്യൻ റിവോൾവർ കയ്യിലെടുത്തു. ഈശ്വർപ്രസാദിന്റെ കൈകൾ ഇടുപ്പിലെ റിവോൾവറിൽ തൊട്ടു. അദ്ദേഹം ലാസറിനോട് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു. ആ ഗേറ്റിലെ ചങ്ങലകൾ കിലുങ്ങുന്ന ഒച്ച അവർ കേട്ടു. ആരോ താക്കോൽ ഉപയോഗിച്ച് താഴ് തുറക്കുന്നു. ആ ബംഗ്ലാവിന് മുന്നിലെ വലിയ ഇരുമ്പ് ഗേറ്റ് തുറക്കപ്പെട്ടു. കുറേ രൂപങ്ങൾ ഉള്ളിലേക്ക് കയറി. ഏകദേശം 10ഓളം രൂപങ്ങൾ. അതിൽ 4 പേരുടെ തോളുകളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ചിലർ. 2 പെൺകുട്ടികളും 2 പുരുഷന്മാരുമായിരുന്നു. ഈശ്വർപ്രസാദും ലാസർ വൈദ്യനും ഇതൊക്കെ മറഞ്ഞു നിന്ന് കാണുകയായിരുന്നു. പെട്ടെന്ന് ആ ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ വാതിലാരോ താക്കോൽ ഉപയോഗിച്ച് തുറന്നു. ഓരോരുത്തരായി ബംഗ്ലാവിനുള്ളിൽ പ്രവേശിച്ചു തുടങ്ങി. വാതിൽ പതിയെ അടഞ്ഞു. 2 പേർ പുറത്ത് കല്ലറകൾക്ക് മുന്നിൽ കാവൽ നിൽക്കുന്നു. ഈശ്വർപ്രസാദിന്റെ കണ്ണുകൾ തിളങ്ങി. അദ്ദേഹം തന്റെ തൂവാല എടുത്തു. കൂടാതെ ലാസറിന്റെ തൂവാല ചോദിച്ചു വാങ്ങി. പിന്നെ ശബ്ദമുണ്ടാക്കാതെ ബാഗ് തുറന്നു. അതിൽ നിന്നും ചെറിയൊരു കുപ്പി കയ്യിലെടുത്തു. അതിന്റെ അടപ്പ് തുറന്ന് അതിനുള്ളിലെ ദ്രാവകം തൂവാലകളിൽ പകർന്നു. അത് ലാസറിന് നേരെ നീട്ടി ശബ്ദം താഴ്ത്തി പറഞ്ഞു, ലാസർ, ഇതിൽ ക്ലോറോഫോമാണ്. നമുക്കൊരു സംഘട്ടനം ഒഴിവാക്കാം. അവരിൽ 2 പേരെ കൈകാര്യം ചെയ്യാൻ ഇതു മതിയാകും. ഇതും പറഞ്ഞ് രണ്ടാളും പതിയെ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുന്നവരുടെ പുറകിലെത്തി. നിമിഷ നേരം കൊണ്ട് ക്ലോറോഫോമുള്ള തൂവാലകൾ അവരുടെ മുഖങ്ങളിൽ അമർന്നു. ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ രണ്ടാളും ബോധരഹിതരായി ഈശ്വർപ്രസാദിന്റെയും ലാസറിന്റെയും ശരീരത്തിലേക്ക് വീണു. അവരെ തറയിൽ കിടത്തിയ ശേഷം ബംഗ്ലാവിനുള്ളിൽ പ്രവേശിക്കുവാൻ ഈശ്വർപ്രസാദും ലാസറും തീരുമാനിച്ചു. ശബ്ദമുണ്ടാക്കാതെ അവർ പടികൾ കയറി ബംഗ്ലാവിന് മുന്നിലെ വാതിലിനരികിലെത്തി. പതിയെ ആ ഇരുമ്പ് വാതിൽ തുറന്നു. മങ്ങിയ വെളിച്ചം അതിനുള്ളിലെ ഇരുട്ടിനെ ഭാഗികമായി ഇല്ലാതാക്കി. അകത്തേക്ക് കയറിയ അവരെ സ്വാഗതം ചെയ്തത് മരണപ്പെട്ട ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ പഴയകാല ചിത്രങ്ങളായിരുന്നു. പിന്നെ പഴക്കം ചെന്ന കുറേയധികം ഉപകരണങ്ങളും. ചുമരുകളിൽ വേട്ടയാടി നിൽക്കുന്ന ചിലരുടെ പൊടിപിടിച്ച ചിത്രങ്ങൾ. അതിനരികിൽ ബ്രിട്ടീഷ് മോഡലിലുള്ള പഴയകാല തോക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നു. ആ വലിയ ഹാളിനുള്ളിൽ ആരും തന്നെയില്ല. നിശബ്ദം. അപ്പോഴാണ് മുകളിലേക്ക് പോകാനുള്ള പടികൾ ഈശ്വർപ്രസാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ലാസറിനെ നോക്കി പുറകെ വരാൻ പറഞ്ഞു. 2 പേരും റിവോൾവർ കയ്യിലെടുത്ത് അവ ലോഡാണോന്ന് പരിശോധിച്ചു. പിന്നെ ഒച്ചയുണ്ടാക്കാതെ ഓരോ ചുവടും സൂക്ഷ്മതയോടെ വെച്ച് പടികൾ കയറാൻ തുടങ്ങി. പടികൾ കയറി അവർ ബംഗ്ലാവിന്റെ 2ാമത്തെ നിലയിലെത്തി. താഴെയുള്ള അതേ മാതൃക തന്നെയാണ് മുകളിലും. എന്നാൽ താഴത്തെ ഹാളിനെ അപേക്ഷിച്ച് അവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചം പുറത്തേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തിരുന്നു. പക്ഷേ അവിടെ മറ്റൊരു കാഴ്ചയും കൂടി അവർ കണ്ടു. ആ ഹാളിനോട് ചേർന്ന് സാമാന്യ വലിപ്പമുള്ള മറ്റൊരു റൂം. അതിൻ്റെ വാതിൽ ചാരിയിട്ടിരിക്കുന്നു. അതിനുള്ളിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കാം. ഒരു നിമിഷം ഈശ്വർപ്രസാദ് കണ്ണുകൾ അടച്ചുകൊണ്ട് ചിന്തിച്ചു. പിന്നെ ലാസറിനോടായി പറഞ്ഞു, ലാസർ, നമ്മുടെ മുന്നിലുള്ള ആ റൂമിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. അത് നമുക്ക് തടഞ്ഞേ പറ്റൂ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എൻ്റെ പോലീസ് സർവീസിലോ താങ്കളുടെ സർവീസിലോ ഇതുപോലൊരു കേസ് കൈകാര്യം ചെയ്ത് കാണില്ല. അത്രയും ഗൗരവമുള്ള ഒന്നാണിത്. പിന്നെ കുറച്ച് നിമിഷങ്ങൾക്കകം ആ കല്ലറകളുടെ രഹസ്യവും താങ്കളുടെ മകൻ്റെ മരണവും മറ്റു കുട്ടികളുടെ മിസ്സിങ്ങും തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ഒന്നും മനസ്സിലാകാതെ അന്താളിച്ചു നിൽക്കുന്ന ലാസറിനോടായി അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ലാസർ, റിവോൾവർ എടുത്ത് റെഡിയാക്കൂ. നമ്മൾ ആ വാതിൽ തുറക്കാൻ പോവുകയാണ്. അതിനുള്ളിലെ കാഴ്ച കണ്ട് താങ്കൾ ഞെട്ടരുത്. ചിലപ്പോൾ ഒരു ചെറിയ സംഘട്ടനവും വേണ്ടി വന്നേക്കും. ഓക്കെ സാർ. കൈകളിൽ എയിം ചെയ്ത തോക്കുകളുമായി
ശബ്ദമുണ്ടാക്കാതെ തന്നെ അവർ ആ വാതിലിന് മുന്നിലെത്തി. ഈശ്വർപ്രസാദ് ഒരു നിമിഷം ലാസറിനെ നോക്കി വിരലുകൾ കൊണ്ട് 1, 2, 3 എന്ന് കാണിച്ചു. ലാസർ റെഡിയായി. ഈശ്വർപ്രസാദ് ആ വാതിലിൽ ശക്തിയായി തള്ളി. വലിയ ശബ്ദത്തോടെ അത് തുറക്കപ്പെട്ടു. രണ്ടാളും തോക്കുകളുമായി റൂമിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതിനുള്ളിലുണ്ടായിരുന്നവർ അവർക്ക് മുന്നിൽ നീട്ടിപ്പിടിച്ച തോക്കുമായി നിൽക്കുന്ന ഈശ്വർപ്രസാദിനെയും ലാസർ വൈദ്യനെയും കണ്ട് ഞെട്ടിത്തരിച്ചു. എന്നാൽ ആ നിമിഷം മറ്റൊന്നുകൂടി അവിടെ സംഭവിച്ചു. അതിനുള്ളിലെ കാഴ്ച കണ്ട് ലാസർ വൈദ്യൻ അറിയാതെ നിലവിളിച്ചു പോയി. ഒരു നിമിഷം ആ പഴയ IPSകാരന്റെ മുഖത്തും ഭാവവ്യത്യാസങ്ങൾ മിന്നിമറഞ്ഞു. ബ്രിട്ടീഷ് ബംഗ്ലാവിനുള്ളിലെ ആ കാഴ്ച ലാസർ വൈദ്യനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. നേരിയൊരു അമ്പരപ്പ് ഈശ്വർപ്രസാദിനുമുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ടേബിളിൽ 25 വയസ്സിനോടടുത്ത ഒരു പെൺകുട്ടിയെ കിടത്തിയിരിക്കുന്നു. വിവസ്ത്രയാണവൾ. അവൾക്കു ചുറ്റിനും മുഖത്ത് മാസ്കുകളും കൈകളിൽ ഗ്ലൗസുകളും ധരിച്ച കുറച്ചുപേർ. ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന അവരിൽ ചിലരുടെ കൈകളിൽ മനുഷ്യ ശരീരം കീറിമുറിക്കാൻ ഉപയോഗിക്കുന്ന സർജിക്കൽ ബ്ലേഡുകൾ. അതെ, ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം, അവർ ഡോക്ടേഴ്സാണ്. ഓപ്പറേഷൻ ടേബിളിന് മുകളിൽ കിടത്തിയിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ മാർക്ക് ചെയ്ത ശേഷം സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മുറിക്കുവാൻ തുടങ്ങുമ്പോഴായിരുന്നു ഈശ്വർപ്രസാദും ലാസർ വൈദ്യനും ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ബ്രിട്ടീഷ് ബംഗ്ലാവിനുള്ളിലെ ആ മുറി സാധാരണ ഒന്നായിരുന്നില്ല. അത്യാധുനിക സംവിധാനങ്ങൾ നിറഞ്ഞ ഒരു ഓപ്പറേഷൻ തിയേറ്ററായിരുന്നു. സർജറിക്ക് വേണ്ടിയുള്ള എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും അതിനുള്ളിൽ ലഭ്യമായിരുന്നു. അതിനുള്ളിലെ കാഴ്ചകൾ വിവരിക്കേണ്ടതില്ല. കാരണം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും അതിനുള്ളിൽ ഒരുക്കിയിരുന്നു. മറ്റൊരു പെൺകുട്ടിയെയും 2 പുരുഷന്മാരെയും കുറച്ചു മാറിയുള്ള ടേബിളുകളിൽ കിടത്തിയിരിക്കുന്നു. കുറച്ചു നിമിഷം എല്ലാവരും അമ്പരന്നു നിന്നു. 2 കൂട്ടർക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത കുറച്ചു നിമിഷങ്ങൾ. പെട്ടെന്നാണ് ഈശ്വർപ്രസാദ് അവർക്ക് നേരെ തോക്കും ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചത്. ആ ശബ്ദം അതിനുള്ളിൽ പ്രതിധ്വനിച്ചത് ഇങ്ങനെയായിരുന്നു: "ഡോണ്ട് മൂവ്, ഐ വിൽ ഷൂട്ട് യു." ആ കുട്ടിയുടെ അടുത്തു നിന്നും മാറി നിൽക്ക്. ഈശ്വർപ്രസാദിന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാകുന്ന ആ ശാന്തഭാവം മാറി രൗദ്രഭാഗമാകുന്നത് ലാസർ വൈദ്യൻ കണ്ടു. ലാസറും തോക്ക് അവർക്ക് നേരെ പിടിച്ചു. സർജിക്കൽ ബ്ലേഡുമായി നിന്ന ഒരാൾ മാസ്ക് മാറ്റി അവരോടായി ഭയമുള്ളിലൊതുക്കി പറഞ്ഞു: "ഹേയ് മിസ്റ്റർ, ഞങ്ങളെ നിങ്ങൾക്കറിയില്ല. ഇവിടെ നിന്നും രണ്ടാളും ഇനി ജീവനോടെ പോകില്ല. 2 പീറ തോക്കും വെച്ച് പേടിപ്പിക്കുന്നു." വീണ്ടും പരിഹാസത്തോടെ അയാൾ ലാസറിനെ നോക്കി തുടർന്നു: "താൻ എന്തു വിചാരിച്ചു? ഈ വയസ്സിനുമായി ചേർന്ന് ഞങ്ങളെ അങ്ങ് കീഴ്പ്പെടുത്താമെന്നോ? നിങ്ങളുടെ ആയുസ് ഇവിടെ തീർന്നല്ലോ സാറുമാരെ." മറ്റുള്ളവരുടെ മുഖത്തും പരിഹാസഭാവം നിറഞ്ഞു നിന്നു. ഈശ്വർപ്രസാദ് പതിയെ തോക്ക് താഴ്ത്തി. പിന്നെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു: "എല്ലാ പോലീസുകാരും ഒരുപോലെയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി." ഇതും പറഞ്ഞുകൊണ്ട് ഈശ്വർപ്രസാദ് തോക്കുയർത്തി. "തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഞങ്ങളെ കൊന്നാൽ നിങ്ങൾക്കിവിടെ നിന്നും ജീവനോടെ പോകാൻ കഴിയുമെന്നാണോ? എന്നാൽ താൻ ഷൂട്ട് ചെയ്യൂ." പറഞ്ഞു കഴിയും മുമ്പ് തന്നെ വെടിപൊട്ടി. അതിലെ ബുള്ളറ്റ് ആ ഡോക്ടറുടെ നെറ്റിയിൽ തുളച്ചു കയറി. ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ അയാൾ പുറകിലേക്ക് മറിഞ്ഞു വീണു. സർജിക്കൽ ബ്ലേഡ് ചെറു ശബ്ദത്തോടെ തറയിൽ വീണു. എല്ലാവരും ഈശ്വർപ്രസാദിന്റെ പ്രവൃത്തി കണ്ട് അറിയാതെ നിലവിളിച്ചു. ലാസറിലും അമ്പരപ്പുണ്ടായി. ഈശ്വർപ്രസാദ് തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നവരോടായി പറഞ്ഞു: "വെല്ലുവിളികൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതുപോലുള്ള പാഴ്ജന്മങ്ങളുടെ വില കുറഞ്ഞ ഭീഷണികൾ എനിക്കിഷ്ടമല്ല. ഒന്നും ചെയ്യുമെന്ന് ഞാൻ പറയാറില്ല. ചെയ്ത് കാണിക്കാറാണ് പതിവ്. ചിലപ്പോൾ അതെൻ്റെ പ്രായത്തിൻ്റെ ചാബല്യവുമാകാം. പിന്നെ നിങ്ങൾ മര്യാദയ്ക്ക് നിന്നാൽ എൻ്റെ തോക്കിലെ ബുള്ളറ്റിലെ എണ്ണം കുറയില്ല. അല്ലെങ്കിൽ..." പിന്നെ ലാസറിനോടായി: "ലാസർ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബംഗ്ലാവിനുള്ളിൽ നടക്കുന്നത് പുറം ലോകം അറിയാത്ത വൻ മാഫിയയുടെ മനുഷ്യത്വരഹിതമായ അഴിഞ്ഞാട്ടമാണ്." "സർ, മനസ്സിലായില്ല." "ലാസർ, അവയവ മാഫിയ സംഘമാണിവർ. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നത്തിന്റെ കാരണക്കാർ. മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ബിസിനസ്സാണ് നിയമവിരുദ്ധമായ അവയവ കച്ചവടം." ആ വാക്കുകൾ ലാസറിന് വിശ്വസിക്കാനായില്ല. "സർ, അപ്പോൾ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന ശേഷം അവയവങ്ങൾ ഓപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ആ കല്ലറകളിൽ മൃതശരീരങ്ങൾ ഉപേക്ഷിക്കുമല്ലേ?"
അതേ ലാസർ. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഇവിടെയൊക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ മരണാനന്തരം നിയമപരമായി അവയവങ്ങൾ എടുക്കാം. അതിന് നിയമമുണ്ട്. പക്ഷേ ഇവനൊക്കെ ഇവിടെ നടത്തുന്നത് മനുഷ്യനെ തേടിപ്പിടിച്ചുള്ള അവയവ വേട്ടയാണ്. ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു തുടങ്ങി. മനുഷ്യ ശരീരത്തിലെ കണ്ണുകൾ, വൃക്കകൾ, കരൾ, ഹൃദയം, ശ്വാസകോശം, പാൻക്രിയാസ് തുടങ്ങി തലയിലെ മുടി വരെ ഇവനൊക്കെ കച്ചവടം ചെയ്യുന്നു. ബാക്കി മുഴുവൻ ഇവർ തന്നെ പറയട്ടെ. സർ, ഇവനെയൊക്കെ ലാസർ അടിക്കാൻ മുന്നോട്ടാഞ്ഞു. നോ ലാസർ, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. ആ തോക്ക് തരൂ. എന്നിട്ട് താങ്കൾ പുറത്തുപോയി ഗേറ്റിന് മുന്നിൽ ഒളിച്ചിരിക്കുന്ന ചെമ്പനെയും കൂട്ടരെയും ഇവിടേക്ക് വിളിക്കൂ. പിന്നെ വരുമ്പോൾ കല്ലറകൾക്ക് സമീപം ബോധരഹിതരായി കിടക്കുന്ന ആ 2 പേരെ അകത്ത് കയറ്റി കെട്ടിയിടുക. താക്കോൽ മുന്നിലെ ഡോറിൽ കാണും. താങ്കൾ ഗേറ്റ് പൂട്ടുക. പിന്നെ വാതിലും. ഓക്കെ, വേഗം പോകൂ. ലാസർ തോക്ക് ഈശ്വർ പ്രസാദിനെ ഏൽപ്പിച്ച് ഉടനെ തന്നെ പുറത്തേക്ക് പോയി. തങ്ങൾക്ക് മുന്നിൽ തോക്കുമായി നിൽക്കുന്ന ഈശ്വർ പ്രസാദ് നിസ്സാരക്കാരനല്ലെന്ന് അവർക്ക് തോന്നി. കുറച്ചു മുൻപ് നടന്ന സംഭവം അതിന് ഉദാഹരണമാണ്. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, സർ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ ഡോക്ടേഴ്സ് മാത്രമാണ്. ഇതിനു പിന്നിൽ വലിയ സംഘങ്ങളാണ്. ഞങ്ങൾക്ക് ആളുകളെ എത്തിച്ചു തരും. അവരിൽ നിന്നും അവയവങ്ങളെടുത്ത് ഏൽപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവരത് ആവശ്യക്കാർക്ക് നൽകും. ഈ സംഘങ്ങളുടെ ഏജന്റുമാരെയാണ് നിങ്ങൾ കെട്ടിയിടാൻ പോകുന്നത്. അവർക്കറിയാമെല്ലാം. പ്ലീസ് സർ, ഞങ്ങളെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്കെന്ത് കിട്ടും? സർ, ഞങ്ങൾക്ക് അത് പറയണം മിസ്റ്റർ. ലക്ഷങ്ങൾ. രാജ്യാന്തര വിപണികളിൽ ആരോഗ്യവാനായ ഒരാളുടെ മുഴുവൻ അവയവങ്ങൾക്കായി 3.5 കോടിയോളം വില വരും. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന നമുക്കും അതിന്റെ ഒരു വിഹിതം കിട്ടും സർ. ഈ പാവങ്ങളെ അവയവമെടുക്കാൻ വേണ്ടി എങ്ങനെയാ മാഫിയകൾ ട്രാപ്പ് ചെയ്യുന്നത്? സർ, അത് പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സോഷ്യൽ മീഡിയയിലൂടെ പരിചയം കാണിച്ച് ട്രാപ്പ് ചെയ്യും. മുതിർന്നവരെ റോഡിൽ കൃത്യമായി ആക്സിഡന്റ് ഉണ്ടാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജേന ഞങ്ങളുടെ അടുത്തെത്തിക്കും. പിന്നെ കുട്ടികൾ. കുട്ടികളെയും നീയൊക്കെ? അതെ സാർ, കുട്ടികളെ പിടിക്കാൻ എളുപ്പമാണ്. അവരിൽ നിന്നും അവയവങ്ങൾ എടുക്കാറുണ്ട്. എന്നിട്ട് കുട്ടികളെ എന്തു ചെയ്യും? കൊല്ലുമോ? ഇല്ല, അവയവമെടുത്താൽ തെരുവിൽ കളയും. അല്ലെങ്കിൽ ഭിക്ഷാടന മാഫിയയ്ക്ക് വിൽക്കും. ഈശ്വപ്രസാദിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. ഈ സമയം അവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറ് ഞങ്ങളെ ചെറുതായി ഒന്ന് സഹായിച്ചാൽ കോടികൾ സാറിന് ഞങ്ങൾ തരും. പ്ലീസ്. അവൻ പറഞ്ഞു കഴിഞ്ഞതും ഈശ്വപ്രസാദ് തന്റെ വലതു കൈയിലെ തോക്ക് ഇടുപ്പിൽ തിരികിയ ശേഷം തറയിൽ കിടന്ന സർജിക്കൽ ബ്ലേഡ് കയ്യിലെടുത്തു. പിന്നെ തന്റെ മുന്നിൽ നിന്നും തനിക്ക് വില പറഞ്ഞവന്റെ നെഞ്ചു മുതൽ വയറുവരെ ആ ബ്ലേഡ് കൊണ്ട് ഒറ്റ വരയൽ. അവൻ ഒറ്റ അലർച്ച. ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകി. കൂടെയുള്ളവർ ഈശ്വപ്രസാദിന്റെ ആ പ്രവൃത്തി കണ്ട് സ്തംഭിച്ചു നിന്നു. അവൻ നിലവിളിച്ചുകൊണ്ട് 2 കൈകൾ കൊണ്ടും നെഞ്ചും വയറും പൊത്തി താഴെ വീണ് പിടയുന്നു. ബാക്കിയുള്ളവരെ നോക്കി അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു, പാവപ്പെട്ടവരുടെ പച്ചമാംസം കുത്തിക്കീറി അതിനുള്ളിലെ അവയവങ്ങളെടുത്ത് കച്ചവടം ചെയ്യുന്ന നീയൊക്കെ എനിക്ക് വില പറയുന്നു. ദേഷ്യം തീരാതെ അദ്ദേഹം വീണ്ടും തുടർന്നു, ഈ രാജ്യത്ത് അനുദിനം വർദ്ധിച്ചു വരുന്ന കുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലും നിന്റെയൊക്കെ കറുത്ത കരങ്ങൾ തന്നെയാണ്. പ്രായം കൊണ്ട് കിളവനാണെങ്കിലും ചെറുപ്പത്തിൽ സർവീസിൽ കയറുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ പ്രതിജ്ഞയൊന്നും ഞാൻ മറന്നിട്ടില്ല. മരണം വരെയും ഞാൻ പോലീസ് തന്നെയാ. നിന്നെയൊക്കെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. അപ്പോഴേക്കും ലാസർ അവിടെ എത്തി. കൂടെ ചെറിയ കുറുവടികളുമായി ചെമ്പനും കൂട്ടരും. ആ മുറിയിലെ കാഴ്ചകൾ കണ്ടവർ അമ്പരന്നു. ലാസർ, ഇവരിൽ നിന്നും വിലപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ലഭിക്കാനുണ്ട്. ഞാൻ മുറിയുടെ പുറത്തു കാണും. താങ്കൾ നല്ല വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. അതിന് താങ്കളെ ചെമ്പനും കൂട്ടരും സഹായിക്കും. ശരി സർ. പിന്നെ ലാസർ, അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ 4 പേർക്കും വേണ്ട ചികിത്സ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഇതാ, ഈ തോക്ക് വെച്ചോ. ഇവർ ചിലപ്പോൾ സാഹസികത കാട്ടിയാലോ? ആരെയും കൊല്ലരുത്. പക്ഷേ ഈ നിൽക്കുന്ന ഒരാളും ഇനി കയ്യോ കാലോ പൊക്കി നിവർന്നു നിൽക്കരുത്. ശരീരം മുഴുവൻ ചതയണം. ഞങ്ങൾ ഏറ്റു സർ. ഇതും പറഞ്ഞ് ഈശ്വർ പ്രസാദ് മുറിക്ക് പുറത്തിറങ്ങി വാതിലടച്ചു.
കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് ആക്രോശങ്ങളും നിലവിളികളും കേട്ടു തുടങ്ങി. വെളുപ്പിന് 3 മണിയാകുമ്പോഴേക്കും ചെമ്പനെയും കൂട്ടരെയും കാവൽ നിർത്തി ലാസർ വൈദ്യൻ ഈശ്വപ്രസാദിന്റെ അടുക്കലെത്തി. അദ്ദേഹം ലാസറിനോട് ചോദിച്ചു, "എന്തായി ലാസർ? അവർ വല്ലതും പറഞ്ഞോ?" "സർ, ആദ്യം പറയാൻ മടിച്ചു. പിന്നെ ചെമ്പന്റെയും കൂട്ടരുടെയും കൈക്കരുത്തിൽ സത്യം പറഞ്ഞു. പ്രധാന കേന്ദ്രങ്ങൾ ഒക്കെ പറഞ്ഞു അവർ. സർ, നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് കാര്യങ്ങൾ. അവയവ മാഫിയയുടെ നെറ്റ്വർക്ക് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. തമിഴ്നാട്, കേരളം കേന്ദ്രീകരിച്ചുള്ള മാഫിയാണവർ." "അതേലാ സർ, ശരിയാണ്. പക്ഷേ ഈ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ ഇങ്ങനെയൊരു ഹോസ്പിറ്റൽ സംവിധാനം ചെയ്യണമെങ്കിൽ അവരെ സഹായിക്കാൻ ഉന്നതരായ ആൾക്കാർ തന്നെ ഉണ്ടാവും. അല്ലാതെ ഈ പ്രവൃത്തി ഒരിക്കലും നടക്കില്ല." "ഉണ്ട് സാർ. രാഷ്ട്രീയത്തിലും പോലീസിലും ഭരണതലത്തിലും വരെ ആൾക്കാർ കാണും. പക്ഷേ ആരൊക്കെയാണെന്ന് അവർ പറയുന്നില്ല." "അവർക്കറിയില്ല ലാസർ." "അതെന്താ സാർ?" "ലാസർ, ഇവർ സർജറിക്കായി മാത്രം വരുന്നവരാണ്. ആളുകളെ തയ്യാറാക്കി കഴിഞ്ഞാകും ഇവരെ വിളിക്കുക. ഓരോ സർജറി ചെയ്യുമ്പോഴും ഇവർക്ക് അക്കൗണ്ടിൽ പണം വീഴും. ഇവരെ ചോദ്യം ചെയ്താൽ അധികം വിവരങ്ങളൊന്നും ലഭിക്കില്ല." "പിന്നെ എന്തു ചെയ്യും സർ?" "ലാസർ, ഒരുപക്ഷേ നമ്മൾ ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തിയവർക്ക് ഈ സംഘത്തെ സഹായിക്കുന്നവരെക്കുറിച്ച് അറിയാമായിരിക്കും. എന്തായാലും അവർ ഡോക്ടേഴ്സ് അല്ല, ഏജന്റുമാരാണ്. പിന്നെ എന്റെ നിഗമനങ്ങൾ പലപ്പോഴും തെറ്റാറില്ല." "സർ, അപ്പോൾ ഫിറോസിന്റെ മരണത്തിലും കുട്ടികളുടെ മിസ്സിങ്ങിന് പിന്നിലും ഇവരാണോ? പിന്നെ ആ കല്ലറകളിലെ പേരുകൾ?" "ലാസർ, ഇവിടെ ഈ ബംഗ്ലാവിനുള്ളിൽ മാഫിയയ്ക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെ കണ്ടെത്തിയാലേ താങ്കളുടെ മകന്റെ മരണവും കുട്ടികളുടെ മിസ്സിങ്ങും തെളിയിക്കാൻ പറ്റൂ." "അതെങ്ങനെ കണ്ടെത്തും സർ?" "കണ്ടെത്തണം ലാസർ. ഗവൺമെന്റിന്റെ പക്കൽ നിന്നും മിസ്സായ ബംഗ്ലാവിന്റെ താക്കോൽ ഈ മാഫിയയുടെ കയ്യിൽ വരണമെങ്കിൽ ഇതിനു പിന്നിൽ വൻ സ്രാവുകളാണ് ലാസർ. മാസത്തിൽ 2-3 തവണ ഈ ബംഗ്ലാവിൽ ഇവർ വരണമെങ്കിൽ പുറത്തുനിന്നും അത്രയും സെക്യൂരിറ്റി മാഫിയയ്ക്ക് കിട്ടുന്നുണ്ട്." വീണ്ടും തുടർന്നു, "പിന്നെ ആ കല്ലറകളുടെ പിന്നിൽ മറഞ്ഞുകിടക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. അത് താങ്കൾ നാളെ അറിഞ്ഞിരിക്കും, തീർച്ച. ഇപ്പോൾ വരൂ ലാസർ. ഏജന്റുമാർക്ക് ബോധം വന്നു കാണും. അവർ വാതുറക്കാതെ ഒന്നും നടക്കില്ല." ഈശ്വപ്രസാദും ലാസർ വൈദ്യനും ഏജന്റുമാരെ കെട്ടിയിട്ട ഹാളിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. തടിയിൽ തീർത്ത കസേരകളിൽ 2 കൈകളും പുറകിൽ ബന്ധിച്ച നിലയിൽ ഇരുത്തിയിരിക്കുകയാണ് അവരെ. ബോധം തെളിഞ്ഞിട്ടില്ല. ഈശ്വപ്രസാദും ലാസർ വൈദ്യനും അവർക്ക് മുന്നിലെത്തി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ഈശ്വപ്രസാദിനെയും ലാസറിനെയും കണ്ട് അവൻ ഞെട്ടി. ചാടി എഴുന്നേൽക്കാൻ നോക്കി. പറ്റുന്നില്ല. അപ്പോഴേക്കും പോക്കറ്റിൽ കിടന്ന അവന്റെ ഫോൺ റിങ് ചെയ്തു തുടങ്ങി. ഈശ്വപ്രസാദും ലാസറും പരസ്പരം നോക്കി. "ആ ഫോൺ എടുക്ക് ലാസർ. നമ്മൾ തേടുന്നവരാകും അതിൽ." ലാസർ അവന് മുന്നിലെത്തി. പിന്നെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും സെൽഫോൺ കയ്യിലെടുത്തു. ഡിസ്പ്ലേയിൽ നമ്പറിനോടൊപ്പം തെളിഞ്ഞു വന്ന ആ മുഖം കണ്ട് ലാസറിന് വിശ്വസിക്കാനായില്ല. ഈശ്വപ്രസാദിനോടായി അവ്യക്തമായി ചുണ്ടുകൾ അനക്കിക്കൊണ്ട് ലാസർ ആ പേര് പറഞ്ഞു. ഡിസ്പ്ലേയിൽ ഫോൺ നമ്പറിനോടൊപ്പം തെളിഞ്ഞു വന്ന ഫോട്ടോ മറ്റാരുടെയുമായിരുന്നില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് മുഹമ്മദ് ഇബ്രാഹിമിൻ്റേതായിരുന്നു. ലാസർ വൈദ്യൻ ആശ്ചര്യത്തോടെ ഈശ്വപ്രസാദിനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, "ഈശ്വർ സാർ, ഇത് ഇബ്രാഹിം സാറിന്റെ കോളാണ്. അദ്ദേഹം എന്തിനാ ഇവരെ വിളിക്കുന്നത്? ഇനി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെയാണോ ഇവർ ഇതൊക്കെ ചെയ്യുന്നത്?" സംശയം തീരാതെ വീണ്ടും തുടർന്നു, "സാർ, ഇപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. മുഹമ്മദ് ഇബ്രാഹിം മനഃപൂർവ്വമാണ് എൻ്റെ മകന്റെ മരണവും മറ്റു കുട്ടികളുടെ തിരോധാനവും പെട്ടെന്ന് ഒതുക്കി തീർത്തത്. അയാളാണ് എല്ലാത്തിനും പിന്നിൽ. കൊല്ലണം സാർ." ദേഷ്യത്തിൽ നിൽക്കുന്ന ലാസറിനോടായി അദ്ദേഹം പറഞ്ഞു. "കൂൾ ഡൗൺ ലാസർ. തീർച്ചയായും മുഹമ്മദ് ഇബ്രാഹിമിന് ഇവരുമായി ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ." "ലാസർ, അതിൽ വേറെ വന്നിട്ടുള്ള കോളുകളും മെസ്സേജുകളും പരിശോധിക്കൂ. അതിൽ നിന്നും നമുക്കെന്തെങ്കിലും വിവരങ്ങൾ കിട്ടാതിരിക്കില്ല." ലാസർ ഫോൺ പരിശോധിച്ചു. എന്നിട്ട്, "സർ, ഇതിലൊരു ഡോക്ടർ മൂർത്തി, അയാളുടെ 4 മിസ്ഡ് കോളുകൾ. പിന്നെ ജോസഫ് അനിയൻ, അയാളുടെയും 6 മിസ്ഡ് കോളുകൾ. ഇബ്രാഹിം തന്നെ കുറേ തവണ വിളിച്ചിരിക്കുന്നു." "ഓക്കെ. ലാസറിന് ഇബ്രാഹിമിനെ അല്ലാതെ ഡോക്ടർ മൂർത്തി
ജോസഫ് അനിയൻ ഇവരെ അറിയാമോ? അതിൽ ഡോക്ടർ മൂർത്തിയെ അറിയാം സർ. അദ്ദേഹമാണ് ഫിറോസിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അദ്ദേഹം സമൂഹത്തിൽ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ മാന്യതയുടെ മറവിൽ കോടികളുടെ അവയവ കച്ചവടമായിരുന്നല്ലോ സർ അയാൾ നടത്തിയിരുന്നത്. ലാസർ പല്ലുറുമി. അപ്പോൾ ജോസഫ് അനിയൻ ആരാ? ചോദ്യഭാവത്തിൽ ഈശ്വർ പ്രസാദ് ലാസറിനെ നോക്കി. അപ്പോഴേക്കും മറ്റേയാൾക്കും ബോധം വന്നു. അവിടെ നടക്കുന്നതൊന്നും അവന് മനസ്സിലായില്ല. ഈ സമയം ലാസർ, അതറിയില്ല സർ. ഇവർ തന്നെ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും സർ. ഇതും പറഞ്ഞ് ലാസർ കസേരകളിൽ ഇരിക്കുന്ന രണ്ടുപേരെയും മാറി മാറി മർദ്ദിച്ചു. ലാസറിന്റെ ബലിഷ്ഠമായ കൈകൾ അവരുടെ മുഖത്ത് വീണപ്പോൾ തല കുടഞ്ഞവർ കട്ടച്ചോര തുപ്പി. ലാസർ ആകെ തളർന്നു. അയാൾ ശ്വാസം കിട്ടാതെ നിന്ന് കിതച്ചു. അയാളോടായി ഈശ്വർ പറഞ്ഞു, മതി ലാസർ, ഇനി ഉപദ്രവിക്കണ്ട. അവർ മുഴുവൻ സത്യങ്ങളും പറയും. ഇനി മാന്യമായി ചോദിക്ക്. അടികൊണ്ട് അവശരായവർ അവർക്ക് നേരെ ആക്രോശിച്ചു. ഇല്ല, ഞങ്ങളൊന്നും പറയില്ല. ഞങ്ങളെ കൊന്നാലും പറയില്ല. വേണമെങ്കിൽ ഞങ്ങളെ കൊന്നേക്കൂ. ഇതുകേട്ട ഈശ്വർ പ്രസാദ് പുഞ്ചിരിച്ചു. എന്നിട്ട്, വാശി വേണ്ട, അതും എന്നോട് തീരെ വേണ്ട. മര്യാദയ്ക്ക് പറയുന്നതാകും നിങ്ങൾക്ക് നല്ലത്. വീണ്ടും അവർ പഴയ പോലെ തന്നെ. പറയില്ല, മടിക്കണ്ട, ഞങ്ങളെ കൊന്നേക്കൂ. ഞങ്ങളുടെ വായിൽ നിന്നും നിങ്ങൾക്ക് ഒരു വിവരവും ലഭിക്കില്ല. വാശിയോടെ വെല്ലുവിളിച്ചവന്റെ അടുക്കലേക്ക് ഈശ്വർ വന്നു. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, അപ്പോൾ നിങ്ങൾ പറയില്ല എന്ന വാശിയിലാണല്ലേ? എന്നാൽ ഇനി പറയണ്ട. പിന്നെ നിങ്ങളെ കൊല്ലുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് തീരേണ്ടതല്ല നീയൊക്കെ. ഇതും പറഞ്ഞ് ഈശ്വർ ഒരാളുടെ വായിൽ പഴയൊരു തുണി തിരികെ വെച്ചു. പിന്നെ തോക്കെടുത്തു. ലാസറിന്റെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി. അവന്റെ 2 കാൽമുട്ടുകളിലും തോക്കിന്റെ കുഴൽ അമർത്തി. ഒരു നിമിഷം 2 ട്രിഗറും ഒരുമിച്ച് വലിച്ചു. 2 തോക്കിലെയും ബുള്ളറ്റ് അവന്റെ മുട്ടിൽ തുളച്ചു കയറി. കാലുകളിലൂടെ രക്തം താഴേക്കൊഴുകി. മിണ്ടാനാകാതെ കണ്ണുകൾ തള്ളി വേദന കൊണ്ടവൻ അമറുകയും തല കുടയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ട് ലാസറും കസേരയിൽ ഇരിക്കുന്നവനും ഞെട്ടി. ഈ സമയം ഈശ്വർ അടുത്തയാളിന്റെ അടുക്കലെത്തി. അവൻ പേടിച്ചു വിറച്ചു. അവന്റെ നെറ്റിയിലൂടെ വിയർപ്പൊഴുകി. അവന്റെ കാൽമുട്ടുകളിൽ തോക്കുകളുടെ കുഴൽ മുട്ടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീയുമൊന്നും പറയണ്ട, നിന്റെ ഗതിയും ഇതാണ്. ഒരാളും സഹായിക്കാനില്ലാതെ വേദന തിന്ന് മരിക്കണം. ഈശ്വർ വാക്കുകൾ കേട്ടവൻ ഞെട്ടി. കരഞ്ഞുകൊണ്ടവൻ പറഞ്ഞു, സർ, വേണ്ട സർ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനെല്ലാം പറയാം. വേണ്ട, പറയണ്ട നീ. ഈശ്വർ ട്രിഗറിൽ വിരലമർത്തി. സർ പ്ലീസ്, ഞാനെല്ലാം പറയാം. സർ, തെളിവുകൾ സഹിതം ഞാൻ തരാം സർ. എന്നെ ഒന്നും ചെയ്യരുത്. ഒരു നിമിഷം അദ്ദേഹം നിന്നു. പിന്നെ കാൽമുട്ടുകളിൽ നിന്നും തോക്കുകൾ മാറ്റി. എന്നിട്ട് പറഞ്ഞു, ശരി, നിന്നെ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ലാസറിനോട്, ലാസർ, ഇവനെ മുകളിൽ കൊണ്ടിരുത്തൂ. 2 ആളുടെയും സെൽഫോണുകളും എടുത്തോളൂ. ഞാൻ ഇപ്പോൾ വരാം. ചെല്ലു ലാസർ. ഓക്കെ സർ. ലാസർ വൈദ്യൻ അവന്റെ അടുക്കലെത്തി. കസേരയിൽ നിന്നും അവന്റെ കെട്ടുകൾ അഴിച്ചു. പിന്നെ ദേഷ്യം തീരാതെ മുഖമടച്ച് ഒരടി. അതിനുശേഷം അവനുമായി പടികൾ കയറി മുകളിലെത്തി. അപ്പോൾ താഴെ ഈശ്വർ തോക്കിൽ നിന്നും വെടിപൊട്ടുന്ന ശബ്ദം ലാസർ വൈദ്യൻ കേട്ടു. കുറച്ചു കഴിഞ്ഞ് ഈശ്വർ ലാസർ വൈദ്യനും കൂടി അയാളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അവൻ പല സത്യങ്ങളും നിർണായക വിവരങ്ങളും പറഞ്ഞു തുടങ്ങി. ഈശ്വർ ചോദിച്ചു, നിന്റെ പേര് പറയൂ. അഗസ്ത്യൻ, അവൻ പറഞ്ഞു. ഓക്കെ അഗസ്ത്യ, ഞങ്ങൾക്ക് 3 കാര്യങ്ങൾ അറിയണം. 3 കാര്യങ്ങൾ. അറിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ നീ ജീവനോടെ കാണില്ല. വെറുതെ തോക്കിലെ ബുള്ളറ്റ് കളയണോ? വേണ്ട സാറേ, ഞാൻ പറയാം. പറയൂ. അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഇബ്രാഹിം, ഡോക്ടർ മൂർത്തി, പിന്നെ ജോസഫ് അനിയൻ. ഇവർക്ക് അവയവ മാഫിയയുമായുള്ള ബന്ധം? അഗസ്ത്യൻ പറഞ്ഞോളൂ. ഈശ്വർ ചോദ്യം കേട്ട് അവൻ അവരെപ്പറ്റി പറഞ്ഞു തുടങ്ങി. സർ, അത് ഞാൻ പറയാം. എല്ലാ സ്ഥലത്തും ഞങ്ങളെ സഹായിക്കാൻ ഇതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടെ ഞങ്ങളെ സഹായിക്കുന്നത് ഇവർ 3 പേരാണ്.
ഈ ബംഗ്ലാവിൽ മാസത്തിൽ 3 പ്രാവശ്യം ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് അവയവങ്ങൾ എടുക്കാനായി വരും. ഇബ്രാഹിം സാർ ഉള്ളതുകൊണ്ട് പോലീസിനെ പേടിക്കണ്ട. പിന്നെ ഡോക്ടർ മൂർത്തി. അദ്ദേഹം ഹോസ്പിറ്റലിലും ചാരിറ്റി സെന്ററിലും വരുന്നവരുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകാറുണ്ട്. അവരെ ഞങ്ങൾ ട്രാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. കൂടാതെ മൂർത്തി സാറിന്റെ ഹോസ്പിറ്റലിലാണ് ടെസ്റ്റുകൾ നടത്തുന്നതും. എന്നിട്ട് അവൻ പറഞ്ഞു കഴിയും മുൻപ് ലാസർ വൈദ്യൻ ചോദിച്ചു. മതി. ഇനിയും ഒരാളുണ്ടല്ലോ. ആരാണ് ഈ ജോസഫ് അനിയൻ? ജോസഫ് അനിയൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്. അദ്ദേഹമാണ് കാടിനുള്ളിലെ ഈ സ്ഥലം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതും. ഇവിടാകുമ്പോൾ ആരും അറിയാതെ നദിയിലൂടെ ഞങ്ങൾക്ക് വരാനും പോകാനും പറ്റും. മാത്രമല്ല മറ്റാരും ഇവിടെ വരാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അഗസ്ത്യൻ പറയുന്നത് ശരിയാണെന്ന് അവർക്ക് തോന്നി. ശരി. അപ്പോൾ 1 വർഷം മുമ്പ് ഫിറോസ് എന്നൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുകയും അവനോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ചു കുട്ടികളെ കാണാതാവുകയും ചെയ്തു. അതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ? ആ ചോദ്യം കേട്ട് അവനൊന്ന് നടുങ്ങി. സാർ, അത് ഉണ്ടോ ഇല്ലയോ? ഉണ്ട് സാർ. ഈശ്വരപ്രസാദും ലാസറും പരസ്പരം നോക്കി. എന്നിട്ട് അവനോട്, എന്നാൽ പറയൂ, അന്ന് എന്താ സംഭവിച്ചത്? അവൻ അവരോട് പറഞ്ഞു തുടങ്ങി. സാർ, അന്നൊരിക്കൽ കുറച്ചു കുട്ടികൾ ഈ ബംഗ്ലാവിലെത്തിയിരുന്നു. ഒരുപക്ഷെ കാടിനുള്ളിലെ ബംഗ്ലാവിനോട് തോന്നിയ കൗതുകമായിരിക്കാം മതിൽ ചാടി സാഹസികമായി ഉള്ളിൽ കയറാൻ അവരെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ രാത്രി 9 മണിയായി കാണും. ഞങ്ങൾ വന്ന് ബംഗ്ലാവിനുള്ളിൽ കയറി. അഗസ്ത്യന്റെ വാക്കുകൾ കേട്ട ഈശ്വർ സംശയത്തോടെ തിരക്കി. അർദ്ധരാത്രിയിൽ വരുന്ന നിങ്ങൾ എന്തിനാണ് അന്ന് നേരത്തെ വന്നത്? സാർ, അത് അന്ന് അധികം ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 9 മണിക്ക് വന്നു. ശരി, എന്നിട്ട്? ആള് കുറവായതിനാൽ പുറത്ത് കാവലില്ലായിരുന്നു. ഇതിനുള്ളിലെ സംഭവങ്ങൾ അറിയാൻ വേണ്ടി ഫിറോസ് ആണ് ആദ്യം ബംഗ്ലാവിനുള്ളിൽ കയറിയത്. അവിടെ അവൻ തീരെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾക്കാണ് ദൃക്സാക്ഷിയായത്. ബാക്കിയുള്ളവർ ബംഗ്ലാവിന്റെ മറ്റു ഭാഗത്തേക്ക് പോയിരുന്നു. അവൻ തന്റെ മൊബൈൽ ക്യാമറയിൽ ഞങ്ങളുടെ ഓപ്പറേഷൻ പകർത്തിയ ശേഷം ബാക്കിയുള്ളവരുടെ അടുക്കലേക്ക് പോയി. വലിയ അപകടം പതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവർ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും പുതിയ ഇരകളെയും കൊണ്ട് ഞങ്ങളുടെ ആളുകൾ ഗേറ്റ് തുറന്ന് വീണ്ടും എത്തിയിരുന്നു. പിന്നെ ബഹളമായി, മൽപ്പിടുത്തമായി. കുട്ടികൾ ചിതറി 4 ഭാഗത്തേക്കും ഓടി. അവരിൽ ഫിറോസ് ഒഴികെ ബാക്കി എല്ലാവരെയും ഞങ്ങൾ പിടികൂടി. അപ്പോൾ തന്നെ ഞങ്ങൾ ജോസഫ് സാറിനെയും വിവരം ധരിപ്പിച്ചു. കാട്ടിലൂടെ കിലോമീറ്ററുകൾ ഓടിക്കിതച്ച് അവൻ എത്തിപ്പെട്ടത് മുഹമ്മദ് ഇബ്രാഹിം സാറിന്റെയും കൂട്ടരുടെയും മുന്നിലായിരുന്നു. ബംഗ്ലാവിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഫിറോസ് അവരോട് പറഞ്ഞു. അദ്ദേഹവും കൂട്ടരും അവനെ തിരക്കി നടക്കുമ്പോഴായിരുന്നു ഈ കണ്ടുമുട്ടൽ. എന്നിട്ട്? ലാസർ വൈദ്യൻ ചോദിച്ചു. തന്റെ മകന് എന്തു പറ്റിയതെന്നറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അവിടെ വെച്ച് ഇബ്രാഹിം സാറാണ് അവനെ കൊല്ലുന്നത്. കൂടെ ഡോക്ടർ മൂർത്തിയും ജോസഫ് അനിയനും ഉണ്ടായിരുന്നു. ബോഡി അവിടെ തന്നെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് നന്നായി അറിയാം കേസന്വേഷണം അദ്ദേഹത്തിനാകുമെന്ന്. കൂടാതെ മൂർത്തിയുടെ സഹായത്തോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി. മറ്റുള്ളവർ നദിയിൽപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ അതിൽ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം നദിക്കരയിലിട്ടു. അപ്പോൾ ആ കുട്ടികൾ? അവരെ ബോധം കെടുത്തി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവയവങ്ങൾ എടുത്തു. ആ വാർത്ത സത്യത്തിൽ ഈശ്വരപ്രസാദിനെയും ലാസർ വൈദ്യനെയും വിഷമത്തിലാഴ്ത്തി. കുറെ സമയം ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ ഈശ്വരപ്രസാദ് വീണ്ടും അഗസ്ത്യനോട് ചോദിച്ചു. ശരി, ഈ ബംഗ്ലാവിന് മുന്നിലെ കല്ലറകൾ ആരുടേതാണ്? അതും 10 കല്ലറകൾ. ബ്രിട്ടീഷ് ബംഗ്ലാവിൽ കല്ലറകൾ എങ്ങനെ വന്നു? കുരിശില്ലാത്ത കല്ലറകൾ. പറയൂ. അതിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല. അത് സാർ, കൃത്യമായി അറിയില്ല. പറഞ്ഞു കേട്ട അറിവാണ്. 50 വർഷം മുൻപ് വരെ ഇവിടെ കല്ലറകളില്ലായിരുന്നു സാർ. ബ്രിട്ടീഷുകാർക്ക് ശേഷം ഈ ബംഗ്ലാവിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബമായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ പൂർവികരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നത്. അതിലുള്ള പുതുതലമുറയാണ് മേരി ജോണും കുടുംബവും. അവർ ഇവിടെ വരുമ്പോൾ ഈ വനത്തിനുള്ളിൽ ചെറിയ ആദിവാസി ഊരുകൾ ഉണ്ടായിരുന്നു. മേരി ജോൺ അമാനുഷിക കഴിവുള്ള സ്ത്രീയായിരുന്നു. ആദിവാസി ഊരുകളിൽ നിന്നും 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് തലയറുത്ത് ആ രക്തം കൊണ്ട് എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് നടത്തിയിരുന്നു. ഇവരെ പേടിച്ചിട്ടാണ് ആദിവാസികൾ ഈ കാട് ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ചെകുത്താന്മാരായ ഇവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരെ പള്ളികളിൽ അടക്കം ചെയ്തിരുന്നില്ല. അവർക്ക് വേണ്ടി ബംഗ്ലാവിന് മുന്നിൽ തന്നെ കല്ലറകൾ പണിതു.
ദൈവത്തിന് എതിരായവർ ആയതുകൊണ്ട് കല്ലറകളിൽ കുരിശുമില്ല. അതിനുശേഷമാണ് ഈ ബംഗ്ലാവ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതും ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ട് ഇത് ഞങ്ങളുടെ കയ്യിലെത്തുന്നതും. അഗസ്ത്യൻ പറയുന്നത് കേട്ടിട്ട് ലാസർ ഒന്നും മിണ്ടാതെ നിന്നു. ലാസറിനോടായി ഈശ്വപ്രസാദ് പറഞ്ഞു, ലാസർ, ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായല്ലോ കുട്ടികളുടെ മിസ്സിങ്ങും താങ്കളുടെ മകന്റെ മരണവും. ആ കല്ലറകളുടെ രഹസ്യം ഇതാണ്. അവയവ മാഫിയയുടെ ക്രൂരതയാൽ ഒരുപാട് പാവങ്ങളുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും കുഴിച്ചു മൂടപ്പെടുന്ന ഇടം. മനസ്സിലായി സർ. ഇനി ഇവനെയും ആ ഡോക്ടേഴ്സിനെയും എന്തു ചെയ്യണം സർ? അതിന് ഈശ്വപ്രസാദിന്റെ മറുപടി പെട്ടെന്നായിരുന്നു. കൊല്ലണം ലാസർ. ഒരുപാട് പേരുടെ മരണത്തിന് ഉത്തരവാദികളാണിവർ. ഇവനെയും മറ്റുള്ളവരെയും കൊല്ലണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവന്മാരെ സഹായിക്കാനുള്ളപ്പോൾ നമ്മൾ ജയിലിലടച്ചാൽ ഇവനൊക്കെ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വരെ വക്കീലന്മാർ വരും. അത് പാടില്ല സർ. എന്നെ കൊല്ലരുത്. അഗസ്ത്യൻ പറഞ്ഞു കഴിയും മുൻപ് ഈശ്വപ്രസാദ് ഷൂട്ട് ചെയ്തു കഴിഞ്ഞു. അതും അവന്റെ നെറ്റിയിൽ തന്നെ. അവൻ കസേരയിൽ മലർന്നിരുന്നു. മുഖത്തുകൂടി രക്തമൊഴുകി. ഇതു കണ്ട ലാസർ സംശയത്തോടെ തിരക്കി, സർ, ഇവരെയെല്ലാം കൊന്നിട്ട് എന്തു ചെയ്യും? ഈ മാഫിയകൾ അവസാനിക്കുമോ? അവസാനിക്കില്ല ലാസർ. പക്ഷേ നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ ഇവന്മാരെ നശിപ്പിക്കണം. ജീവനോടെ വിട്ടാൽ ഇനിയും ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു വീഴും. ഇവരെയും ആ കല്ലറകളിൽ ഉപേക്ഷിച്ചാൽ മതി ലാസർ. ആ കല്ലറകളിൽ കിടക്കുന്നവരുടെ ആത്മാവിന് ഇങ്ങനെയെങ്കിലും ശാന്തി കിട്ടട്ടെ. സർ, അപ്പോൾ ഇബ്രാഹിം, മൂർത്തി, ജോസഫ് ഇവരെയോ? അവരെ ഇപ്പോഴൊന്നും ചെയ്യണ്ട. ഞാൻ ഇന്ന് രാത്രി ശബരിമലയ്ക്ക് പോകും. ശനിയാഴ്ച വന്നിട്ട് പറയാം. പിന്നെ ലാസർ, ആ ബുള്ളറ്റ് ഞാനെടുക്കും. ശബരിമലയ്ക്ക് പോയി വരുമ്പോൾ തരാം. അതിനെന്താ സർ, ബുള്ളറ്റ് എടുത്തോളൂ. സർ, ഒരു സംശയം. എന്താ ലാസർ, ചോദിക്കൂ. കഠിനമായ വ്രതശുദ്ധിയോടെയാണ് ശബരിമലയിൽ പോകേണ്ടത്. പക്ഷെ സാർ, ഈ ദുഷ്ടന്മാരെ കൊന്നിട്ട്. ലാസർ, ധർമ്മം സ്ഥാപിക്കാൻ ദൈവങ്ങൾ പോലും അസുരന്മാരെ കൊന്നിരിക്കുന്നു. ശ്രീരാമൻ രാവണനെ വധിച്ചതും ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരോടൊപ്പം ചേർന്ന് കൗരവപടയെ നശിപ്പിക്കാൻ ഉപദേശം നൽകിയതും ലോകത്ത് സത്യവും ധർമ്മവും സ്ഥാപിക്കാനാണ്. ലാസർ, എന്റെ പേരെന്താണ്? സാർ. ലാസറിന് സംശയമായി. പറയൂ ലാസർ. ഈശ്വപ്രസാദ്. എന്താ സാർ? ഈശ്വപ്രസാദ്. എന്റെ പേരിലുമുണ്ട് ഒരു ഈശ്വരൻ. അപ്പോൾ എനിക്കും ഈ ദുഷ്ടന്മാരെ കൊല്ലാമല്ലോ, അല്ലേ? അയ്യപ്പന്റെ മഹിഷി നിഗ്രഹം പോലെ ഈശ്വപ്രസാദിന്റെ ഒരു മാഫിയ നിഗ്രഹം. ഇതും പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു. പിന്നെ ഡോക്ടേഴ്സിനെ ഇരുത്തിയിരുന്ന റൂം ലക്ഷ്യമാക്കി കൈകളിൽ തോക്കുമായി ഈശ്വപ്രസാദ് നടന്നു. കൂടെ ലാസറും. അവിടെ നിഗ്രഹിക്കാൻ ദുഷ്ടന്മാർ ഇനിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ ശബരിമല സന്നിധാനം. വെളുപ്പിന് അയ്യപ്പനെ നിർമാല്യം കണ്ട് തൊഴുതതിനു ശേഷം ഈശ്വപ്രസാദ് തിരുസന്നിധിയിൽ കുറെ സമയം കണ്ണുകൾ അടച്ചിരുന്ന് ധ്യാനിച്ചു. ഭക്തിസാന്ദ്രമായ സന്നിധാനത്തിൽ അയ്യപ്പ ഭക്തന്മാരുടെ തിരക്കായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ ലാസറാണ് വിളിക്കുന്നത്. അവിടെ നിന്നും ഈശ്വപ്രസാദ് താഴെ വന്നു. എന്നിട്ട് ലാസറിനെ തിരികെ വിളിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ് ലാസർ. എന്നാൽ ഗുഡ് മോർണിംഗിന് പകരം ലാസർ പറഞ്ഞത് മറ്റൊന്നാണ്. സർ, ഒരു പ്രധാന വാർത്തയുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഇബ്രാഹിമും ഡോക്ടർ മൂർത്തിയും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോസഫ് അനിയനും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഞാൻ TV വെച്ചപ്പോൾ ന്യൂസിൽ കണ്ടതാണ്. ദേ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അവർ കൊല്ലപ്പെട്ടെന്നോ? എപ്പോൾ? അതെ സാറേ, വാർത്തയിൽ കാണിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ഒരു കണക്കിന് നന്നായി സാർ. ഇവനൊക്കെ മരിക്കണം. എന്റെ മകനെ കൊല്ലിക്കാൻ കൂട്ടുനിന്നവരാണ് മൂവരും. ഞാൻ ചെയ്യേണ്ടത് മറ്റാരോ ചെയ്തു. പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ ജീവനെടുക്കാൻ കൂട്ടുനിന്നതല്ലേ. ശത്രുക്കൾ ഒരുപാടുണ്ടാകും. അവരിൽ ആരെങ്കിലും ആകും ചെയ്തത്. വേറെ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ ലാസർ? ഇല്ല സാർ. വാർത്ത ഇപ്പോൾ പുറത്തു വന്നതേയുള്ളൂ. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം സാർ. സാർ ശബരിമലയിൽ നിന്നും തിരിച്ചോ? ഏയ് ഇല്ല ലാസർ. അരമണിക്കൂറിനുള്ളിൽ മലയിറങ്ങും. ഉച്ച കഴിയുമ്പോൾ വീട്ടിലെത്തും. ഓക്കെ ലാസർ. അപ്പോൾ വന്നിട്ട് കാണാം. പിന്നെ ആ പോലീസുകാരന്റെ ബുള്ളറ്റ് താങ്കൾ വന്നെടുക്കുമല്ലോ, അല്ലേ? അതോ? ആ, അത് ഞാൻ വന്നെടുത്തോളാം സാർ. സാറ് ബുദ്ധിമുട്ടണ്ട. കോൾ കട്ടായി. ലാസർ ഫോൺ മേശയുടെ മുകളിൽ വെച്ച് പിന്നെയും വാർത്ത ശ്രദ്ധിച്ചു.
വാർത്തയിൽ പറഞ്ഞ എക്സ്ക്ലൂസീവ് വിവരം കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ ലാസർ വൈദ്യൻ ഞെട്ടിത്തെറിച്ച് ഇരുന്നുപോയി. വാർത്തകൾ വിശദമായി. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാന വിവരം: ഇന്നലെ രാത്രിയിൽ നടന്ന 3 കൊലപാതകങ്ങളും ചെയ്തത് ഒരാൾ തന്നെയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 3 പേരെയും ഷൂട്ട് ചെയ്താണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മരണപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഇബ്രാഹിം, ഡോക്ടർ മൂർത്തി, ഫോറസ്റ്റ് ഓഫീസർ ജോസഫ് അനിയൻ എന്നിവരുടെ വീടുകളിൽ കൊല നടക്കുന്നതിന് തൊട്ടുമുൻപ് ബുള്ളറ്റിലെത്തിയ പ്രായമായ ഒരാളുടെ സാന്നിധ്യം കണ്ടതായി പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ സമയം ഈശ്വർ പ്രസാദ് സന്നിധാനത്ത് നിന്നും തിരികെ മലയിറങ്ങി തുടങ്ങിയിരുന്നു. അപ്പോഴും തെളിയിക്കപ്പെടാത്ത മറ്റൊരു കേസ് ഫയലുമായി ഒരു പോലീസുകാരൻ തന്റെ ജീപ്പിൽ ഈശ്വർ വീട് ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. ഈ കഥയ്ക്കുള്ള പ്രേരണ ഈ രാജ്യത്ത് നടക്കുന്ന, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല നീചമായ കുറ്റകൃത്യങ്ങളുമാണ്. പാവങ്ങളെയും നിരപരാധികളെയും അവരുടെ അറിവോടെയും അല്ലാതെയും അവരുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് വിലയിട്ട് അത് നമ്മുടെ രാജ്യത്തും പുറം രാജ്യങ്ങളിലുമായി വിലപേശി വിൽക്കുന്ന നരാധമന്മാർ കെട്ടിപ്പടുത്ത ഒരു വലിയ മാഫിയ നമുക്കിടയിൽ നടമാടുന്നുണ്ട്. അതിലെ കണ്ണികൾ സാധാ ഏജന്റ് മുതൽ ഹോസ്പിറ്റൽ ജീവനക്കാരും നഴ്സുമാരും ഡോക്ടർമാരും അവരെ പുറം രാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കോടികൾ കൊയ്യുന്ന ഇടനിലക്കാരുമാണ്. ഇങ്ങനെ കീറിമുറിച്ച പച്ചമാംസത്തിന്റെ ഗന്ധമുള്ള പണം കൈപ്പറ്റുന്ന വലിയ റാക്കറ്റിന്റെ പല കഥകളും പല ന്യൂസിലും വന്നിരുന്നു. 2019 മുതൽ അവയവ മാഫിയയുടെ കണ്ണിയായി രാജ്യത്ത്, എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വന്ന ഒരു വലിയ കണ്ണിയെ പോലീസ് കുടുക്കിയിരുന്നു. അതിൽ പ്രധാനി മലപ്പുറത്തുകാരനായ സജിൻ നാസർ. ഇറാൻ എന്ന രാജ്യത്തേക്ക് ആളെ കടത്തി അവിടെ വെച്ച് അവയവദാനം അല്ലെങ്കിൽ അവയവക്കടത്ത് നടത്തിയ കുറ്റത്തിനാണ് സജിൻ നാസർ അറസ്റ്റിലായത്. ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായ അന്താരാഷ്ട്ര ഏജൻസി ഇന്ത്യ ഗവൺമെന്റിന് നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് സജിൻ നാസറിനെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് 100-ൽ കൂടുതൽ പേരെയാണ് ഇറാനിൽ എത്തിച്ച് അവയവക്കടത്ത് നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ പാവറട്ടി എന്ന സ്ഥലത്തു മാത്രം ഇങ്ങനെ 30-ൽ പരം ആളുകൾ അവയവക്കടത്തിന് ഇരയായിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ വൃക്കയും കരളിനുമായി 60,000 മുതൽ 6 ലക്ഷം വരെ വിലപേശിയാണ് ഈ കേസിൽ പലതും നടന്നിരിക്കുന്നത്. ഇത് സ്വീകർത്താവിന്റെ കൈകളിൽ എത്തിച്ചേരുമ്പോൾ ഈ 6 ലക്ഷം എന്നുള്ളത് 60 ലക്ഷം മുതൽ കോടികൾ വരെയാകുന്നു എന്ന കണക്കുകളാണ് അറിയാൻ കഴിഞ്ഞത്. ആർക്കു നിയന്ത്രിക്കാനാകും ഈ വലിയ അവയവ മാഫിയയെ? പ്രയാസമാണ്. സമ്പന്നരായ വ്യവസായികൾക്കും സ്വാധീനമുള്ള രാഷ്ട്രീയക്കാർക്കും കിഡ്നിയും കരളും ഹൃദയവുമൊക്കെ വേണമെങ്കിൽ ഈ വലിയ അവയവ മാഫിയ വാണേ മതിയാകൂ. എന്നിട്ടും തികയുന്നില്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ചും അല്ലെങ്കിൽ അപകടങ്ങൾ തീർത്തും അവയവങ്ങൾ അടിച്ചുമാറ്റും. അതിനു കൂട്ടായി പല പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളുമുണ്ട്. നമ്മൾ ആരും സുരക്ഷിതരല്ല ഇതുപോലുള്ള ആശുപത്രികളിൽ. ഇതുപോലെ പ്രസക്തമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച നമുക്ക് പരിചിതമായ സിനിമകളായിരുന്നു നിർണയവും ജോസഫുമെല്ലാം. ഈ അവസരത്തിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഈ മാഫിയയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവർക്കും നൽകാം ഒരു ബിഗ് സല്യൂട്ട്. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.